സഹായം അഴിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണണം. അൽഹംദുലില്ലാഹ്, ഓരോ ആളുകളും ഓരോ സഖാഫിമാരും ഓരോ അഹ്സനിമാരും ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു വെല്ലുവിളിയാ. ഇനി വേറെ വെല്ലുവിളി എന്തറിയോ? ഞങ്ങൾ ഇളം തലമുറ പണ്ഡിതന്മാരെ എതിർക്കാൻ വരുന്നുണ്ട്. ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇളം തലമുറയിലെ ഞങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇളം തലമുറക്ക് അങ്ങനെ തോന്നണ്ടോ. ഈ ഇളം തലമുറക്ക് മുതുതല എതിർക്കാന്ന് തോന്നണ്ട. അത് ഇളം തലമുറക്കണ്ട, അതൊരു കിബിറ. എങ്ങനെ അറിയോ? ഒരു തെങ്ങിന്റെ കുരളിലേക്ക് നോക്കിയാൽ, തെങ്ങിന്റെ മണ്ടയിൽ നോക്കിയാലേ ആ തെങ്ങിന്റെ മണ്ടയിലാണ് ഒരുപാട് ഇളനീര്, കരിക്ക്, തേങ്ങയൊക്കെ ഉണ്ടാകുക. അപ്പൊ വിവരമില്ലാത്തവന് തോന്നും ഈ കുരളിനാണ് ബഹുമാനമെന്ന് തോന്നും. മനസ്സിലായോ? കുരളിനാണ് ബഹുമാനവും തോന്നും. പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം, ഈ മരം അതിന്റെ വേര് മുതൽക്ക് ആ മരമില്ലെങ്കിൽ ഒരു വെളിച്ചിലുണ്ടാവില്ല, ഒരു മച്ചിക്കുണ്ടാവില്ല, ഒരു ഇളനീരുണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. അത് മനസ്സിലായിക്കൊള്ളണം. ചില ഇളം തലമുറക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇങ്ങനെ നമുക്ക് മരാങ്ങ മുറിച്ചിട്ട് മേലുള്ള കഷ്ണേ അതുണ്ടാവില്ലട്ടോ. ഇത് ശരിക്കും മനസ്സിലായിക്കൊള്ളും. എന്നാലേ ഈ ഇളം തലമുറേനെ പേടിക്കാനേ ഞങ്ങൾ ആരെല്ലാം കണ്ടതാണെന്നറിയോ? ആരൊക്കെ കണ്ടതാ? വിനീതനായ ഞാൻ 35 കൊല്ലമായി ഈ സംഘടനാ പ്രവർത്തന രംഗത്ത്. നിങ്ങൾ ഓർക്കണം, അതിൽ ഏത് വിഭാഗമാണ് ഇവിടെ വന്നിട്ട്, ഏതെല്ലാം വിഭാഗത്തിന് ഞങ്ങൾ കണ്ടതാ? അതൊന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല, ആളുകളെ പേരൊന്നും പറയുന്നില്ല. ഏതെല്ലാം കക്ഷികൾ എന്തൊക്കെയായിട്ട് വന്നു. ഈ പൂനൂരില് മഹാനായ കാന്തപുരം ഉസ്താദ് കുവൈത്ത് പോയിട്ട് കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഇവിടെ കോലാഹലം ഉണ്ടാക്കിയില്ലേ? ഇവിടുത്തെ മാധ്യമം പത്രം വലിയ റിപ്പോർട്ട് ചെയ്തില്ലേ? പരസ്യപ്പെടുത്തിയില്ലേ? അങ്ങനെ ഒരു വലിയ കോലാഹലം ഉണ്ടാക്കിയില്ലേ? അന്നത്തെ ദിവസം മഹാനായ അവേലത്ത് തങ്ങൾ അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ, അവേലത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പൂനൂരിൽ അന്നും ആ വിഷയം സവിസ്തരം പ്രസംഗിച്ചത് ഒരു മുതഅല്ലിമായ ഞാനായിരുന്നു. ഞാനിത് പറയുന്നത് നിങ്ങൾ ഒരു ഇളം തലമുറയും ഒരു മുതുതലയും ഞങ്ങളെ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ ഓരോറ്റൊന്നിനും അഡ്രസ് ഉണ്ടാവില്ല. ആലോചിച്ചോളണം. ഇത് തമാശയാണെന്ന് വിചാരിച്ച് ഇളം തലമുറ, എന്ത് ഇളം തലമുറ, എന്ത് മുതുതല, സുന്നത്ത് ജമാഅത്തിനെതിരെ. അതിന് ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ കോഴിക്കോട്ടെന്ന് പറയാം. ഇനി പറയട്ടെ, ഇവർ പറയുന്നത്, നമ്മളെ സാക്ഷാൽ കളവിൻ്റെ ആൾക്കാർ പറയുന്നത് ഇവർ 100% ബോധ്യപ്പെട്ടതേ പറയുള്ളൂ. അതാ ഏറ്റവും വലിയ കളവ്. അതൊന്ന് വെച്ചു കൊടുത്താണ് എനിക്ക് ഞാൻ വെച്ചാൽ ഓരോന്നോരോ അല്ലാത്ത ഒരു കാര്യത്തെ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ശരിയാക്കുവാൻ വേണ്ടി നമ്മൾ ഇന്ന് വരെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, നമ്മൾ ഇന്ന് വരെ ഒരു ഇൻക്ലാബ് വിളിച്ചിട്ടില്ല, നമ്മൾ ഇന്ന് വരെ ഒരാളുടെയും സമ്മേളനം വിജയിപ്പിക്കാനോ തക്ബീർ മുഴക്കാനോ പോയിട്ടില്ല. 100% ബോധ്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ഈ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. 100% നമുക്കും ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ ഏറ്റുപിടിച്ചിട്ടുമുള്ളൂ. ഇതുവരെ ഇത് 11ാമത്തെ കളവാ. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ച വിഷയത്തിലെ 11ാമത്തെ കളവാണിത്. 10 കളവുകൾ നേരത്തെ ഞാൻ വെച്ച് കേൾപ്പിച്ചതുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ പറ. ഇനി നമ്മൾ നോക്കുക, ഇയാളെയാണ് ഇവർ കാര്യമായിട്ട് ഇപ്പൊ കൊണ്ടുവന്നത്. അതായത് അവരെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളെയും കൊണ്ടുവന്നു. മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ വാചകങ്ങൾ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഇവർ കേൾപ്പിച്ചു. കണ്യത്ത് ഉസ്താദ് സമസ്തയെ എതിർക്കുന്നവർക്കെതിരെ പ്രാർത്ഥിച്ചു. അത് നിങ്ങളാ മക്കളെ, സംശയമുണ്ടോ? സമസ്തയെ എതിർത്തവർ നിങ്ങളാണ്. മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ ഫത്വ, അതേ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുമായി വിവാഹബന്ധം പാടില്ല, അവർക്ക് സലാം ചൊല്ലേണ്ടതില്ല, സലാം മടക്കേണ്ടതില്ല, അതുപോലെ തന്നെ അവരുടെ കൂടെ സ്നേഹബന്ധത്തിന്റെ പേരിൽ ഇരിക്കാൻ പാടില്ല, വലാ യുജാലിസഹും, അവരുടെ കൂടെ സന്തോഷത്തിൽ ഇരിക്കാൻ പാടില്ല. അത് പറയുമ്പോഴേക്ക് വാദപ്രവാദത്തിൽ ഇരുന്നുകൂടാന്നല്ല, വഖഫ് ബോർഡിൽ ഇരുന്നുകൂടാന്നല്ല, ഹജ്ജ് കമ്മിറ്റിയിൽ ഇരുന്നുകൂടാന്നല്ല, അതുപോലെ തന്നെ ഏതോ ഒരു കല്യാണത്തിന് ഒരാൾ പങ്കെടുത്ത മുജാഹിദ് ഉണ്ട്, ആ കല്യാണത്തിൽ നമുക്ക് പങ്കെടുത്തുകൂടാന്നല്ല. അതെന്താ പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഓരോന്നും തുടങ്ങിയിട്ട് ജുമുഅ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം നിങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു പ്രസംഗം ഇസ്ലാമിലില്ല. അതടക്കം മഹാനായ കണ്യത്ത് ഉസ്താദ് അടക്കം ഫത്വ കൊടുത്ത മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ട് സമസ്തയെ ദൈനംദിനം നശിപ്പിക്കുന്ന നിങ്ങളാണ് സമസ്തയുടെ ശത്രുക്കൾ. നിങ്ങൾക്ക് സമസ്ത എന്ന പേര് പറയാൻ അവകാശമില്ല. നിങ്ങൾക്കെതിരെയാണ് കണ്യത്ത് ഉസ്താദിന്റെ ദുആ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് നിങ്ങളെ സമസ്ത നേതാക്കന്മാരെന്നും പറഞ്ഞ് പോയി വടിയും കുത്തി പോയിട്ട് മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തിട്ട് നിങ്ങളെ മുഖം കെട്ടത് സംശയം വേണ്ട.
ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കക്ഷിയെ, ഈ ചെറുപ്പക്കാരനെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അള്ളാഹു അദ്ദേഹത്തെ നന്നാക്കട്ടെ, ആ ചെറുപ്പക്കാരനെ നിങ്ങളും ചിലരും പറ്റിച്ചു. അതിൻ്റെ ചരിത്രമൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, അതൊക്കെ എൻ്റെ കൈവശത്തിലുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയും, അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താ? അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താ? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ അനുയായികൾക്ക് നിങ്ങൾ കൊടുത്ത CD ആണ്. അയാൾക്ക് നിങ്ങൾ പറഞ്ഞ യോഗ്യത, അദ്ദേഹം സത്യസന്ധനല്ല അല്ലേ? അതല്ലേ നിങ്ങൾ പറഞ്ഞ യോഗ്യത? നിങ്ങളൊരു സത്യസന്ധനാണെന്ന് പറഞ്ഞിട്ടൊരാളെ നിങ്ങൾ കൊണ്ടുവന്നാൽ അതിനൊരു ന്യായമുണ്ട്. നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയും, ആളുകൾ മുമ്പിൽ പിടിച്ചു കഴിയും. നിങ്ങൾ പറഞ്ഞ ഇയാൾ സത്യസന്ധനല്ല, അയാളെ വാക്കല്ലേ നിങ്ങൾ തെളിവായി ഉദ്ധരിച്ചത്? ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമോനെ. നമ്മുടെ ഉസ്താദുമാരെ ഫോൺ ചെയ്ത് ക്ലിപ്പുകൾ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തി മാറ്റി ഉസ്താദുമാരെ വേദനിപ്പിച്ച ആളാണ് ഈ പച്ച പരമാർത്ഥങ്ങൾ ലോക സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയുന്നതും പച്ചയായി ഖേദം പ്രകടിപ്പിക്കുന്നതും. നടക്കട്ടെ. മൂപ്പർക്ക് കാള കൂട്ടാൻ പോക്കാ പണിയും തോന്നുന്നുണ്ട് അല്ലേ? അല്ലേ ആ പറഞ്ഞ വാചകം അറിയിക്കുന്നത്? ഉസ്താദുമാരുടെ ക്ലിപ്പ് മുറിക്കുന്ന ആളാണ് ഇയാൾ എന്നല്ലേ നിങ്ങൾ യോഗ്യത പറഞ്ഞത്? അയാളെ വാചകം മുസ്ലിം സമുദായത്തിന് തെളിവിന് പറ്റുമോ? അതിന് ഇതാരോടാ ചോദിക്കുന്നത്? അപ്പുറം ഒരു മുസ്ലിയാരുണ്ടാണ്ടേ. ഒരു മതപരമായ വിഷയം ചോദിക്കണമെങ്കിൽ ഒരു കിതാബ് അറിയുന്ന ഒരാൾ അപ്പുറം ഇരിക്കണ്ടേ? ഇദ്ദേഹം ഒരിക്കൽ ഈ പൂനൂരിൽ നിന്നും പോയ ഒരാള് ഞാൻ പറയാൻ കാരണം, അവയൽത്തെ തങ്ങൾ ഇവിടെ ഉണ്ട്, തങ്ങൾക്ക് എന്തോ കൊടുക്കാണ്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ പലർക്കും കൊടുക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോയ ഒരാള് അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ വിളിച്ചോ പൊളിച്ച തെറി അങ്ങോട്ട് പറഞ്ഞു. ആ തെറി പറഞ്ഞ ശേഷം പിന്നെയും വിളിച്ചപ്പോ ഇയാൾ ഇവനെ സോപ്പിട്ട് വലയിലാക്കി. അങ്ങനെ വലയിലാക്കിയിട്ട് അയാള് എന്ത് ചെയ്യുന്നറിയോ? എന്നെ തെറി വിളിച്ചൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, നിങ്ങളെ മനസ്സിൽ ഇനി അത് വെക്കണ്ട, ഞാൻ ശരിക്കും നിങ്ങളോട് ഈമാൻ കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാചകമാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. അല്ല, നമ്മളിപ്പോ നിലവിൽ ഈ ഓപ്പറേഷൻ എത്ര ആള് അറിയും? 4 ആള്, 3 ആളെന്നെ ഉണ്ടാവുള്ളൂ. 3 വെച്ചാൽ ഒന്ന് ഞാന്, ഒന്ന് ഹൈദരാബാദിലെ സുഹൃത്ത്, ഒന്ന് ബോംബെയിലെ സുഹൃത്ത്, ഇത്രേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ ഞാൻ മാത്രമാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിൽ ഈ കാര്യം ചർച്ച ചെയ്ത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനൊരു എന്റെ സാമാന്യ ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ പ്രതിപക്ഷത്താണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ അറിഞ്ഞതിന്റെ ശേഷം ഞാനായിട്ട് നിങ്ങൾ പങ്കുവെക്കാൻ കാരണം എന്താ? ഞാൻ അന്ന് സമനില തെറ്റി പറഞ്ഞിട്ട് നീ എന്നെ വിളിച്ചു. അതന്നെയാണ്. അന്വേഷണാത്മകമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വ്യക്തിബന്ധത്തിനേക്കാളും പിന്നെ വ്യക്തിപരമായ അടുപ്പത്തിനേക്കാളും അകലത്തിനേക്കാളും ഏറെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതെ അതെ, ഏതായാലും മാഷാ അല്ലാഹ് അവിടെ ഞാൻ മാർക്കിട്ടു. അതെ അതെ അതെ. വേറൊരാളാണെങ്കിൽ നിങ്ങളറിയോ ഈ നിങ്ങളാ തെറി ക്ലിപ്പ് കിട്ടിയപ്പോ പല ആള് ഭയങ്കര സത്യം നിങ്ങൾ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായെങ്കിലും എന്നോട് പല ആള് വിളിച്ചതൊക്കെ ഈ കുട്ടി നേതാക്കന്മാരാണ്. എന്നോട് പറഞ്ഞു ഇനിയൊരു ഒപ്പ് മാത്രം കിട്ടാൻ മതി, ബാക്കി കളിഞ്ഞ ആള് കളിച്ചുതരാ, ഇവനൊക്കെ പഠിപ്പിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. ഞാൻ പറഞ്ഞു ഇത് തീരെ വിഷയമൊന്നല്ല, ഇത് വ്യക്തിപരമായിട്ട് ഒരു പക്ഷെ അതാണ് ഞാൻ പിറ്റേ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചോദിച്ചത്. കാരണം വെച്ചാൽ നിങ്ങൾ അറിയാണ്ട് വിളിച്ചു പോയതാണ്, മനുഷ്യന്മാരിലമ്മളല്ലോ. പിന്നെന്താ? അതെ. അപ്പോ അതിന്റെ ശേഷം പല ആളുകൾക്കും ഇപ്പം പിന്നെന്താ പറയണ്ടേ, എന്നെ വിഘടിതനായിട്ട് പല ആളുകൾ ഇപ്പം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ ബൈലക്സിൽ ഞാൻ സജീവല്ല, ഒന്നത്. രണ്ടാമത്തെ പിന്നെ ഇങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു ഇത്ര വലിയൊരു തുരുപ്പ് ഷീറ്റ് കിട്ടിയിട്ട് അത് ഞാൻ സഹകരിച്ചില്ല. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഞാൻ അത് എന്റെ ആ ഒരു ഹാല് ചിലപ്പം ആദ്യം പിടിച്ചിരിക്കുമ്പോഴേ അല്ല ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ആലോചിക്കണ്ട വിഷയം. സംഭവത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു, ഭയങ്കരമായിട്ട്. അത് ഞാൻ അവിടെ മാർക്കിട്ടു. സത്യസന്ധനായ ഒരു മനുഷ്യന്റെ സ്വഭാവം. ഏതായാലും പഠിച്ചോ നമ്മളൊക്കെ ഹൈറാക്കട്ടെ, അത്രയും പറയുന്നുള്ളൂ. ഞാൻ ഇൽമ കൊണ്ട് വളരെ ഞാൻ പറഞ്ഞത്, ഞാൻ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞത്, ഇൽമ കൊണ്ട് ഞാൻ വളരെ ചെറിയ ഉസ്താദായി മൂപ്പരെ ഉസ്താദാക്കിയ ശേഷം മൂപ്പര് ചോദിക്കാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, നിർദ്ദേശം തരി ഷെയ്ഖാക്കണേ. അപ്പൊ ഞാനിപ്പോ എന്തല്ല ചെയ്യണ്ടേ? ഞാൻ ഒരു പണിയുണ്ട്, നിങ്ങൾ നിർദ്ദേശങ്ങൾ തന്ന ആ നിലയ്ക്ക് ഞാൻ എന്റെ പരിപാടികൾ തുടങ്ങി ഇങ്ങനെ.
ഈ സംഭവത്തിൽ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ചർച്ച ഒന്നും പറയണ്ട. ഒരു പിന്നെ മാനസിക മാറ്റമോ പുതിയ തെളിവോ എന്തെങ്കിലും കൈവശം വന്ന ഒരാളെ മുഖഭാവവും കൂടി ഉണ്ടാവാൻ പാടില്ല. അതെ അതെ അതെ. ഇനിയിപ്പോ നമ്മൾ അടുത്ത പെരുമാറ്റം എന്തായിരിക്കണം? സാധാ ഇതുപോലെ എങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഈ തെളിവുകൾ കൈ കിട്ടി സമർപ്പിക്കുന്ന സമയത്തും മാറ്റം ഉണ്ടാവരുത്. ഇനി അപ്പൊ ഒരു മാറ്റമില്ലാതെ തുടരണം നിർദ്ദേശം. ഇനി മൂപ്പര് ചോദിക്കാണ്, ഈ സെനത് ഉസ്താദിന് കൊടുത്തിട്ടില്ല, നമ്മൾ എങ്ങനെയാ സമർത്ഥിക്കാൻ? മൂപ്പരോട് ഷെയ്ഖിനോട് ചോദിച്ച് പഠിക്കാൻ. അത് നോക്ക്. കാരണം ഇവര് പിന്നെ മുഫസ്സല സെനത് പറഞ്ഞിട്ട് സെനത് വായിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. അത് ഇയാള് കൊടുത്തതല്ലാന്ന് നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? അയാൾ കൊടുത്തതാണോ അല്ലേ, അയാൾ കൊടുത്തോ ഇല്ലേ എന്നതല്ല പ്രശ്നം. അയാൾ കൊടുക്കും, അയാൾ ആർക്ക് വേണമെങ്കിൽ എന്ത് സ്ഥലത്തും കൊടുക്കും. അപ്പോ കൊടുത്തിട്ടില്ലാതെ മൂപ്പർക്ക് ഉറപ്പില്ല. അതിരിക്കട്ടെ. ഇനി മൂപ്പര് ചോദിക്കാണ്, ഇനി ഞാൻ ഈ ഫിത്ന ഉണ്ടാക്കാൻ ആരൊക്കെയായിട്ടാ ബന്ധപ്പെടേണ്ടത്? ഷെയ്ഖിനോട് ചോദിക്കാണ്. വെക്ക്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ആരൊക്കെയായിട്ട് ബന്ധപ്പെടണ്ടേ? ഇപ്പൊ പൊന്മ ഉസ്താദിന്റെ ഐഡിയ എങ്ങനെയാ ചോദിച്ചു കിട്ടിയാൽ മതി. അതെ, ഒന്നത്. രണ്ടാമത്തെ ചെറിയ വെപ്പിന്റെ ഐഡിയ. ഈ രണ്ടാള് ശരിക്കും വിശ്വാസത്തിൽ പേരോടിന് പിന്മാറാൻ കഴിയില്ല. കാരണം അയാള് ശരിക്കൊരു വലയത്തിലായി പോയിട്ടുണ്ട്. മൂപ്പര് ശരിയാ, മൂപ്പര്. അതെ അതെ, പറ. രണ്ടാമത്തെ ദുരഭിമാനം കുറെ കൂടുതലുള്ള മനുഷ്യരാണ് മൂപ്പര്. അപ്പൊ ഞാൻ പിന്മാറുന്നു എന്ന് പറയാനും മൂപ്പർക്ക് കഴിയില്ല. മുഷാവറയിൽ ഇപ്പൊ ഇന്നലത്തെ യോഗം പിന്നെ 4 ദിവസം മുമ്പുണ്ടായ യോഗം, 2 യോഗം പഠിപ്പിച്ചു വെച്ചു. അതിൽ 2ലും പിന്നെ AP പേരോട് മാത്രമാണ് ഒറ്റ ഭാഗത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ മുടി തിരിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത്. ധർമ്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എവിടുന്ന് കിട്ടിങ്ങൾക്ക് ഈ മുടി അത് അവിടെ തന്നെ കൊണ്ടേ കുടിക്കുന്ന പറഞ്ഞു. അതാ പദം. ശരി. അത് നമുക്ക് പിന്നെ ഒരു എന്താ പറയാ, ഒരു ഇടനിലക്കാരൻ തരുന്നതാണ്. എന്നാലും അയാൾക്ക് ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കൂടുതൽ നീട്ടുന്നില്ല. ഒറ്റ കാര്യം കൂടി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അത് മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്. എന്താ അറിയോ? മഹാനായ ഉസ്താദ് അവറുകൾക്ക് ജാലിയൻ വാലയിൽ നിന്ന് കിട്ടിയ ഷഹർ മുബാറക്, അതിന്റെ സെനത് ഉസ്താദ് അവറുകൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നതാണ് മറുപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണം ശരിയാണെന്ന് വന്നാൽ നമ്മളെ പ്രസ്ഥാനത്തിന് പിന്നെ നിലനിൽപ്പില്ല എന്നത് അവർക്ക് നന്നായി അറിയാം. അതിനുവേണ്ടി കെട്ടിയുണ്ടാക്കിയ ശുദ്ധമായ ഒരു ആരോപണമാണത്. അതിന് വ്യക്തമായ തെളിവ് ഈ പാവപ്പെട്ട എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നെഞ്ഞൂക്കോടെ മറുപടി പറയാൻ വന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഒന്നുകൂടി പറയട്ടെ. ആരിഫ് ബർക്കാത്തി എന്ന് പറയുന്ന ഒരാളാണ് ഉസ്താദ് അവറുകൾക്ക് ജാലിയാവാലയിൽ നിന്ന് ഷഹർ മുബാറക് വാങ്ങിക്കൊണ്ട് കൊടുത്തത്. അതേ ആരിഫ് ബർക്കാത്തി തന്നെയാണ് ഈ മുഫസ്സലായ സനദ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഉള്ള ആളുകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ആ സനദ് കൈമാറിയതും അതേ ആരിഫ് ബർക്കാത്തിയാണ്. അതെന്നോട് മഹാനായ ഉസ്താദ് അവറുകളുടെ റൂമിൽ പോയി ഞാൻ ഈ വിഷയം പഠിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞതാണ്. ഞാനത് വിശ്വസിച്ചതാണ്. ഈ ചെറുപ്പക്കാരന് ഞാനത് പറഞ്ഞു കൊടുത്തതാണ്. നീ അതിൽ സംശയിക്കരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ്. പക്ഷേ ഇതിന്റെ പിന്നാലെ ഈ പുതിയ ശൈഖിനെ സ്വീകരിച്ചിട്ട് കുറെ ഊഹാപോഹങ്ങളും കുറെ കളവുകളും കെട്ടിയുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ കൊടുത്ത ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വാങ്ങിയ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വാങ്ങിയത് ശൈഖുനയാണ്, കൊടുത്തത് ആരിഫ് ബർക്കാത്തിയാണ്. ആരിഫ് ബർക്കാത്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ആരിഫ് ബർക്കാത്തിയെ ഇതേ ചെറുപ്പക്കാരൻ വിളിച്ച് ചോദിക്കുന്നു, ആരിഫ് ബർക്കാത്തി കോൺ ദിയ ആരാണ് ആ മുഫസ്സലായ സനദ് കൊടുത്തത് എന്ന് പറയുമ്പോ മേനേദിയാന, ഞാനാണ് കൊടുത്തത് എന്ന് ഉറുദുവിൽ പറയുന്നു. കേട്ടോളൂ. वालेकुम अस्सलाम वरहमतुल्लाहि वबरकातुहू। आरिफ साहब घर में पहुंच गया? नहीं। फिर भी बोलो। अभी आरिफ साहब और एक सवाल पूछेगा तो मुश्किल नहीं है ना? नहीं बोलो। अभी तक आप एक बार भी देखा था वो सनद मुफस्सिल मरकज में देखा? सनद मुफस्सिल? ये सनद में ये मरकज में सनद मुफस्सिल वो हैंड टू हैंड रसूल हुजूर रसूल सल्लल्लाहु अलैहि वसल्लम तक जाता वो दिया ना मैंने। कौन दे दिया? मैंने दिया ना।
नहीं, वो मरकज से बनाया, वो लोग मजीद मुस्लिम ऐसा ही बोलते हैं फिर। मरकज से बना मतलब മാനേജ് ചെയ്യാൻ ഞാനാണ് കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇയാൾ പറയാണ് മജീദ് മുസ്ലിയാർ പറയുന്നുണ്ട് അയാൾ ഉണ്ടാക്കിയതാണ്. മർക്കസ് മേ ബനായ മത്ലബ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഇയാൾ ചോദിക്കാണ്. കൊടുത്ത ആൾ ചോദിക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഉറുദു കുറച്ചൊക്കെ എനിക്കും അറിയൂ, ആലോചിച്ചോളണം. നിങ്ങളെന്തേ മനസ്സിലാക്കിയത്? ഏത് തോന്നിവാസവും പറയാന്നാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഒരു മഹാനായ പണ്ഡിതനോട് അസൂയ ഉണ്ടെങ്കിൽ ആ പണ്ഡിതനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എന്ത് ആരോപണം പറയാനാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാത്രി 10:30 മണി മുതൽക്ക് രാവിലെ 4 മണി വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ വസ്വാസുകൾ തീർക്കാൻ വേണ്ടി നേരിൽ വിളിച്ച് എൻ്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ഇത് പിടിച്ചെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ ചെറുപ്പക്കാരൻ പൂർണ്ണമായി എന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ശരിയാണോ എന്ന് ഒന്ന് അന്വേഷിക്കൽ ആവശ്യമായതുകൊണ്ട് ഞാൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചു. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാനൊരു എതിരാളിയായിട്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ സംസാരം മുഴുവനും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉപകരണം എനിക്ക് തന്നിരുന്നു. അതിന് എൻ്റെ കീശയിൽ ഉണ്ടായിരുന്നു. മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഡ്രൈവറും വന്ന് അത് വാങ്ങി തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം മനഃപൂർവം കള്ളം പറഞ്ഞ് എന്നെ പൂർണ്ണമായി വഞ്ചിച്ച ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് SK വിഭാഗം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അദ്ദേഹം ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളാണ് എന്ന് ഞാനും ഇപ്പോൾ പറയുന്നു. ഞാൻ വിശ്വസിച്ചപ്പോൾ എന്നെ അദ്ദേഹം വഞ്ചിച്ചിട്ടുണ്ട്. അത് ഉള്ള ഹക്കാണ്. എല്ലാ കടപ്പാടുകളും മറന്ന് എന്നെ വഞ്ചിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ലജ്ജയും തോന്നിയില്ല. എന്നിട്ട് ആ വഞ്ചിച്ച് ഞാൻ സംസാരിച്ചത് പിടിച്ചെടുത്ത് അത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന കടുത്ത വിശ്വാസവഞ്ചന ചെയ്തതിൻ്റെ പുറമേ ഈ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ഞാനവിടെ വന്നത് അയാൾ അറിഞ്ഞുപോയല്ലോ എന്ന് ഒരു നാടകം കളിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആ അറിഞ്ഞുപോയി എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഉപകരണം തിരിച്ചു കൊടുത്തവനാണ് എന്നോട് ചോദിക്കുന്നത്, അയാൾ ഞാൻ വന്നത് അറിഞ്ഞുപോയല്ലോ. അപ്പം എത്രയുണ്ട് ആ വഞ്ചനയുടെ ആഴം എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ആലോചിച്ചു നോക്കുക. ഞാനിപ്പോഴും ആ ചെറുപ്പക്കാരൻ്റെ പേര് എൻ്റെ പ്രസംഗത്തിൽ ഇപ്പോഴും പറയുന്നില്ല, പറയേണ്ട ആവശ്യവും ഇല്ല. അള്ളാഹു അദ്ദേഹത്തിനും ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരല്പവും വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തി, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ ചെറുപ്പക്കാരനേക്കാൾ കൂടുതൽ കളവ് പറഞ്ഞും അതുപോലെ വഞ്ചന നടത്തിയും പരിചയമുള്ളവരായത് കൊണ്ട് അവർക്ക് അദ്ദേഹത്തിന്റെ വാചകം ഉദ്ധരിക്കൽ അവരുടെ കിതാബിൽ അനുവദനീയമായിരിക്കാം. ഒരു കാര്യമാണോ പറഞ്ഞത്, അത് 100% ശരിയാണ് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാ കൂട്ടരെ, ഈ ഇത്രയും കാലം നിങ്ങൾ എന്തിനു മുട്ടിപ്പാടി നടന്നത്? നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞ സത്യാന്നിന് ബോധ്യപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മന്ത്രിയും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അനുയായികൾക്കും നിങ്ങൾ പറയുന്നത് ഇന്ന് വരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ കിളിപ്പ് മുറിക്കുന്ന ആളെ. നിങ്ങളുടെ ഭാഷയാണ് കിളിപ്പ് മുറിക്കുന്ന ആളെ. ഈ SK നേതാവ് തന്നെ പറഞ്ഞുപോയി. അല്ല, നമ്മളെല്ലാ സാധ്യതകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞാൽ ഈ കാന്തപുരം വഞ്ചിക്കപ്പെടാനും ഈ പറയപ്പെട്ട പിന്നെ ഇയാൾ വഞ്ചിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതായത് ഇക്ബാല് ഒറിജിനൽ അല്ല എന്ന് പറയുന്നതും അതുപോലെ കാന്തപുരം വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇക്ബാല് വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ സാധ്യതയാണ്.
അപ്പൊ അവർ ഉറച്ചിട്ടല്ല ഇതുവരെയും ഒരു കാര്യവും പറയുന്നത്, സാധ്യത വെച്ച് പറയുകയാണ് എന്ന് സ്വകാര്യ സംഭാഷണത്തിൽ ഈ ചെറുപ്പക്കാരനോട് SKയുടെ നേതാവ് തന്നെ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. എന്നാൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന് ഷാർ മുബാറക്ക് നൽകിയ ഇഖ്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇക്ബാൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, അയാൾ ശരിക്കും ഒരു ഇക്ബാലല്ലേ? അയാളെ പേര് എന്തൊക്കെയാണ്, അയാൾക്ക് 9 പേരൊക്കെ. ഇക്ബാൽ അയാളെ പേരല്ലാന്നാ മനസ്സിലാണ്. അമ്പലക്കടവ് കൊടുത്ത റിപ്പോർട്ടിൽ ഇക്ബാൽ വാല തന്നെ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇയാൾ ജാലിയവാല എന്ന് പറഞ്ഞാൽ അത് അവിടെ അറിയപ്പെടുക. ഇക്ബാൽ വലി എന്ന അയാൾക്കൊരു പേരുണ്ട്, അതൊക്കെ പറയുന്നത്. എനിക്കിപ്പോ അയാളെ കുറിച്ച് ഈ ഇതിൽ കണ്ടു നോക്കുമ്പോ ഇയാള് ഭയങ്കര സംഭവമാണ്. ഇതിനകത്ത് എന്റെ പറ്റിപ്പോയെന്ന് വെച്ചാല് ഇയാള് ഇപ്പൊ കുറെ വർഷങ്ങളായി ചെയ്തു വരുന്ന കാര്യമാണ്. പക്ഷെ ഇതിന് ജനകീയമായി ഒരു കേന്ദ്രം ഉണ്ടാക്കലോ ജനകീയമായ ഒരു തീർത്ഥാടനം ഉണ്ടാവലോ ചെയ്തിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെ പരിപാടി. അതെ, അതെങ്ങനെ കൊടുത്ത ആളുകൾ ഇത് ബർക്കത്തിന് വേണ്ടി കടകളിലും വീടുകളിലും വെച്ചിരിക്കാം. ഈ പ്രചണ്ഡമായി സംഭവം പ്രചരിപ്പിക്കപ്പെടുകയോ പ്രതിരോധിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോ ഇയാള് ബർക്കത്തിന് കൊടുക്കുന്നുണ്ട്, പലരും സൂക്ഷിക്കുന്നുണ്ട്, ഇയാളൊരു സംഭവമാണ്. ഇഖ്ബാൽ എന്ന് പേര് ആദ്യം ഇല്ല തന്നെയാളാ പിന്നെ പറയുന്നത് ഇഖ്ബാൽ വലി എന്ന് അദ്ദേഹത്തിന് പറയാം. ഇതൊക്കെ ഒരേ മനുഷ്യൻ തന്നെയാ പറയുന്നത്, പക്ഷേ സ്വകാര്യ സംഭാഷണത്തിലാണ്. ഇനി രണ്ടാമത്തെ വേറെ രീതിയിൽ കാണുന്ന വിഷയം വെച്ചത് പുറത്ത് പറയുന്നുണ്ടോ? ഞാൻ പിന്നെ കാര്യം പിന്നെ പ്രതിപക്ഷത്താണെങ്കിലും ഇങ്ങക്ക് തെറ്റി. ഇപ്പൊ ഈ വിഷയത്തില് ഞാനും നിങ്ങളും ഭരണപക്ഷത്താണ്, ഞാൻ പ്രതിപക്ഷത്തല്ല. രണ്ടാളും കൂടി പറഞ്ഞു നമ്മൾ രണ്ടാളും ഇപ്പം ഭരണപക്ഷാണ്. അങ്ങനെ ബൈഅത്ത് ചെയ്ത് ഷെയ്ഖാക്കി സ്വീകരിച്ച് ഇനി ഷെയ്ഖിനോട് നിർദ്ദേശം ചോദിച്ച് ആ നിർദ്ദേശപ്രകാരമാണ് ഈ ഫിത്ന മുഴുവനും ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ചത്. ഇനി ചോദിക്കട്ടെ, അപ്പൊ ഇത് SKക്കാരുണ്ടാക്കിയ ഒരു ഫിത്നയാണ് എന്നുള്ളത് ഉറച്ചില്ലേ? ഇനി ഒന്നുകൂടി രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ അബ്ദുൽ ഹക്കീം പുസ്തകത്തിൽ എഴുതിയ ഖസ്റജികളെ വീട്ടിലെ അമൂല്യ ശേഖരം ഉണ്ടല്ലോ, ഈ അമൂല്യ ശേഖരം എന്ന് പറയുന്ന സാധനം മുഴുവനും ഇവിടുന്ന് പ്രദർശനത്തിന് കൊണ്ടുപോയതാണ്. അത് തിരിച്ചു കൊണ്ടുവന്നില്ല എന്നിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം ഈ ഇക്ബാലിന്റെ വീട്ടിലും ഖസ്റജിന്റെ വീട്ടിലും പോയാൽ രണ്ടും ഒരേ സ്ഥലത്ത് കാണാൻ പറ്റൂല. ഇപ്പൊ ഈ സാധനം അവിടെ ഉണ്ടാവില്ല. അയാൾ വാങ്ങിയ ചില സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ 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 അതെ. ആര് പറഞ്ഞ മൂതിരം പുതപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ആ നെറ്റിൽ കാണുന്ന സംവിധാനം ഉണ്ടല്ലോ. അതെ അതെ അതെ. അത് മുഴുവനും ഇപ്പൊ അവിടെ തിരഞ്ഞെടുക്കില്ല. അയാൾ വാങ്ങിയത് എന്താണോ അത് മാത്രമേ ഉണ്ടാവൂ. അതെ അതെ. അപ്പൊ ഇയാൾ പ്രദർശനത്തിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ്. അത് കൊണ്ടുപോയിട്ട് അതിന് അൻസാറികളുടെ വീട്ടിലെ ശേഖരം എന്ന് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ എഴുതിയപ്പോ അതിൽ എന്തൊക്കെ ഉണ്ടല്ലോ. അതെ. അതിലുള്ളത് അവിടെ ചെന്നാൽ ശേഖരം കാണാം. അതിനായിരുന്നു നമ്മൾ അമ്പലക്കടവ് എന്നെ വെല്ലുവിളിച്ച്, അതിനായിരുന്നു ഞാൻ പോയി കാത്തു നിന്ന്. ഇതുവരെയും അമ്പലക്കടവ് കടന്നിട്ടില്ല. അപ്പോ വെറുതെ ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി കളവ് ഇങ്ങനെ പറയാം. അതാണ് സാക്ഷാൽ കളവ്, SK എന്ന് പറയുന്നു. ഇനി ആ ഇളം തലമുറയിലെ ചെറുപ്പക്കാരന്റെ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തെളിവ്, മർക്കസ് സഖാഫത്ത് സുന്നയിൽ എത്ര ഷഅർ മുബാറക്കുണ്ട് എന്ന് ചുള്ളിക്കോട് സഖാഫിയോട് ചോദിച്ചപ്പോ ഞാനത് ഇതുവരെ ചെന്ന് നോക്കിയിട്ടില്ല എന്ന് ചുള്ളിക്കോട് പറഞ്ഞു. അങ്ങനെ ചുള്ളിക്കോട് പറഞ്ഞാൽ ഷഅർ മുബാറക്ക് വ്യാജാവോ? ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഈ മറുപടി, അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവരെ അത് പോയി നോക്കിയിട്ടില്ല. ഒരാള് കുറ്റ്യാടി അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൽ എത്ര ബസ് ഉണ്ട് എന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയിട്ടില്ല. അവിടെ അവിടുത്തെ ബസ് കാറാവോ അല്ലാതെ ജീപ്പാവോ? ബസ് തന്നെയല്ലേ? ഇതാണോ തെളിവ്? ഒരാൾ ഞാനത് ചെന്ന് നോക്കിയിട്ട് എണ്ണിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാനത് എത്ര എണ്ണി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ചെന്ന് നോക്കിയിട്ടില്ല
എന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഷെയർ മുബാറക്ക് ഒറിജിനൽ അല്ല എന്നതിന് അത് തെളിവാകുമോ? സഹീഹുൽ ബുഖാരി നമ്മളെ കയ്യിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ എത്ര ഹദീസ് ഉണ്ട് എന്ന് ചുള്ളിക്കോട് സഖാഫിയോട് ചോദിച്ച് ഞാനത് എണ്ണി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബുഖാരി ദഈഫാവോ? ബുഖാരിയിലെ ഹദീസ് കൊണ്ട് ദഈഫാവോ? പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുണ്ട് എന്ന് ചോദിച്ച ഒരാളോട് ഖുർആനിൽ എത്ര ആയത്തുണ്ട് എന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് ഖുർആനിൽ വിശ്വാസം ഇല്ല എന്ന് വരുമോ? അല്ലെങ്കിൽ ഖുർആനിലുള്ള ആയത്തുകൾ ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് വരുമോ? ഒന്നിന്റെ എണ്ണം ഒരാൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടോ അത് ചിന്തിക്കാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടോ ആ വസ്തു ഒറിജിനൽ അല്ല എന്ന് പറയാൻ പറ്റുമോ? വിവരമില്ലാത്തവൻ മതം കൈകാര്യം ചെയ്താലുണ്ടാകുന്ന അബദ്ധമാണിത്. അതിന്റെ പുറമേ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഒരു വിവരക്കേട് സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അതുകൊണ്ടാണ് കാര്യം ഗ്രഹിക്കാൻ കഴിയാന്ന് പറഞ്ഞു. ആരോട് ചോദിക്കുക? ആരോട് ചോദിക്കുക? മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്ന സമയത്ത് അവരവരുടെ ഉസ്താദുമാരോട് മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അതേ സമയത്ത് ചോദിച്ചു പുണ്ണാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാതി വമൻഅൻ വഹാതി വവദൽ ബനാതി വകരിഹ ലക്കും ഖീല വഖാല വകസ്റത സുആലി വഇളാഅത്തൽ മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഹറാമാക്കി. ഒരു ഉമ്മാന്റെ മനസ്സിലും മനുഷ്യന് വിഷമമുണ്ടാകുന്ന ഒരു നീക്കവും ഉണ്ടാകാൻ പാടില്ല. ഒന്നും അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ഇങ്ങോട്ടൊക്കെ കിട്ടണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം പാടില്ല. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ജാഹിലിയത്തിന്റെ ഏർപ്പാട് അല്ലാഹു ഹറാമാക്കി. ഇതുപോലെ അങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ഉറപ്പില്ലാത്ത വാക്കുകൾ, ആ വാക്കുകൾ മനസ്സ് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒക്കെയും അല്ലാഹു തആല വെറുത്തു. ആവശ്യമില്ലാതെ ചോദിച്ച് പുണ്ണാക്കുന്ന ഏർപ്പാട് അത് അല്ലാഹു വെറുത്തതാണ്. അതുപോലെ സമ്പത്ത് അനാവശ്യം ചെലവഴിക്കുന്നത് അല്ലാഹു വെറുത്തതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി 5975 നമ്പറായി റിപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പൊ ഈ ചോദിച്ചിങ്ങനെ ആവശ്യമില്ലാത്ത പുണ്ണാക്കുന്ന ഏർപ്പാട് അള്ളാഹു വെറുത്തതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വലിയ സൽക്കർമ്മമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി. അത് കടുത്ത അബദ്ധമാണ്. വിവരമില്ലാതെ മതം പറയരുത്. മതത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്. മൽ ഫഖറു ഇല്ലാ ലി അഹ്ലിൽ ഇൽമി ഇന്നഹുമു അലൽ ഹുദാ ലിമൻ ഇസ്തഹദാ അദില്ലാഹു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ലദാ പറഞ്ഞത് ഉദ്ധരിച്ചത്, എപ്പോഴും സ്റ്റാറ്റസ് ഉള്ളവർ പണ്ഡിതന്മാരാണ്. സന്മാർഗം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതും അറിയിച്ചു കൊടുക്കുന്നതും പണ്ഡിതന്മാരാണ്. വഖദറു കുല്ലി ഇംനിഇൻ മകാന യുസിനുഹു വൽ ജാഹിലൂന ലി അഹ്ലിൽ ഇൽമി അദാഉ. ഏത് മനുഷ്യനും അറിവുണ്ടെങ്കിലാണ് മഹത്വം. വിവരമില്ലാത്ത കക്ഷികൾ പണ്ഡിതന്മാർക്ക് ശത്രുക്കളാണ്. പണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞും അവിശ്വസിച്ചും പണ്ഡിതന്മാരെ നിന്ദിച്ചും നീങ്ങുന്ന വിവരമില്ലാത്ത ജനങ്ങൾ, അഹങ്കാരികൾ പണ്ഡിതന്മാരുടെ ശത്രുക്കളാണ്. ഫഫുസ് ബിഇൽമിൻ തൈസ് ഹയ്യം ബിഹി അബദാ അന്നാസു മൗതാ വഅഹ്ലുൽ ഇൽമി അഹ്യാഉ. അതുകൊണ്ട് നീ ഇൽമോടുകൂടെ വിജയം നേടി ജീവിച്ചോ. എന്നും നിനക്ക് ജീവിക്കാൻ കഴിയും. മനുഷ്യരെല്ലാം മരിച്ചവരാണ്. എന്നെന്നും ജീവിക്കുന്നവർ വിവരമുള്ളവരാണ്. ഇതുകൊണ്ടാണ് വിവരമുള്ള പണ്ഡിതന്മാരായ മുൻഗാമികൾ ഖിയാമത്ത് നാൾ വരെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു.
സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്നു, അവരുടെ പേര് എപ്പോഴും പറയപ്പെടുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മഹത്വമൊന്ന് വേറെ തന്നെയാണ്. വിവരമില്ലാത്തവർ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ നടക്കരുത്. എനിക്ക് വിവരമില്ലെന്ന വിനയത്തിന്റെ മനസ്സാണ് സമ്പാദിക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, ഇയാള് ഒരാളെ വിളിച്ചു പോലും. ജിഷാനെ, മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച്, ആ സനദിനെ സംബന്ധിച്ച് വ്യാജ സനദ് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പുഴയുള്ള ഒരു സഖാഫിയെ സംബന്ധിച്ചാണ്. അത് നീ അന്വേഷിച്ച് അദ്ദേഹത്തിനോട് ഈ വിഷയ സംബന്ധമായി ഒരു അഭിമുഖം നമ്മുടെ SGVയിൽ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നീ അവതരിപ്പിക്കണം. അപ്പോ വ്യാജ സനദാണെന്നൊരു ആരോപണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഒരു അഭിമുഖം SGVയിൽ കൊടുക്കണോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഒറിജിനൽ അല്ലാന്ന് വരുമോ? രണ്ട്. മൂന്നാമത്തത് സനദ് തന്നെ അത് വ്യാജ സനദാണ് ഈ പറഞ്ഞ വാചകം കൊണ്ട് വരുമോ? വരൂല എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ സമൂഹത്തെ പൂർണ്ണമായി വഞ്ചിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ഈ പറഞ്ഞ ആളെ വിളിച്ചു, ഈ പറഞ്ഞ സഖാഫീനെ വിളിച്ചിട്ട് അയാൾ എന്ത് പറഞ്ഞു? അങ്ങനെ ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, സനദ് വ്യാജമാണ് ഉണ്ടാക്കിയത് എന്ന ആരോപണം തീർത്തും ഒരു ആരോപണം മാത്രമാണ്, ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. വല്ലാതെ എനിക്ക് ആ വരികൾ നന്നായി മനസ്സിൽ തട്ടി. പക്ഷേ ഞാൻ അപ്പോഴൊന്നും അദ്ദേഹത്തോടൊന്നും മിണ്ടിയില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ഇദ്ദേഹം ഒരു സത്യസന്ധനും ശരിയായ അന്വേഷകനും ആയിരുന്നുവെങ്കിൽ ആ വിളിച്ച സഖാഫി ഒറ്റ വാക്കിൽ സനദ് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ പോരെ? ഇയാള് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ലേ? എന്ന് പറയാം, അതെന്റെ മനസ്സ് തട്ടീൻ. എന്താ കാരണം? മനസ്സ് കൊണ്ടുപോയത് ഇത് തട്ടാണ്ടിക്കാനാണ്. അതായത് അത് ആരോപണമല്ല, അത് സനദ് ഉണ്ടാക്കിയതാണ് എന്നൊരു മറുപടി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാ വിളിച്ച്. അതിന് നേരെ തിരിച്ചാ കിട്ടിയത്. അത് ആരോപണം മാത്രമാണ്, ആ ആരോപണത്തിൽ യാഥാർത്ഥ്യമില്ല എന്ന് വ്യക്തമായ മറുപടിയാണ് അപ്പോൾ ഒറ്റ വാക്കി തന്നെ കിട്ടിയത്. അവിടെ വെച്ച് നിർത്തേണ്ടതല്ലേ ഇയാള്? ഈ ദുരുദ്ദേശപരമായ അന്വേഷണവുമായി മുന്നോട്ട് പോയി. പിന്നെ ഇയാൾ എന്താ ചെയ്തതറിയോ? ഈ സഖാഫിനെ സോപ്പിട്ട് പലതും പറഞ്ഞ് അങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് ഈ സഖാഫിനെ കൊണ്ട് പല ഊഹങ്ങളും കുറെ അർദ്ധസത്യങ്ങളും പലതും പറയിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ എഴുതി വിട്ടതാണ്. ഞാൻ ആ സംസാരത്തിൽ കുറെ സത്യവും അസത്യവും അർദ്ധസത്യവും ഊഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊരുത്തം പറഞ്ഞാൽ അയാളെ ഫേസ്ബുക്കിൽ ഇപ്പോൾ നോക്കിയാൽ കാണാം. അപ്പൊ അയാളെ കൊണ്ട് എന്തൊക്കെയോ ഊഹാപോഹങ്ങൾ പറയിച്ചു. ആ ഊഹാപോഹങ്ങൾ ഇദ്ദേഹം തെളിവിലെടുത്തു. ഒറ്റ വാക്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ യഥാർത്ഥ മറുപടി സ്വീകരിക്കാതെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ ഒരു ശുദ്ധമായ ആരോപണം ഈ ചെറുപ്പക്കാരൻ വെച്ച് കെട്ടി. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഒരു സനദ് ഇവിടെ നിർമ്മിച്ച കഥ ബഹുമാനപ്പെട്ട സാലിഹ് സഖാഫി പറഞ്ഞപ്പോ ഞെട്ടലോടെയാണ് ഈ പാവപ്പെട്ട ഞാൻ അത് കേട്ടത്. കണ്ടോ, നേരത്തെ അയാള് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അങ്ങനെ സനദ് വ്യാജമായൊരു സനദ് ഉണ്ടാക്കിയതാണെന്നത് ആരോപണം മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യമില്ല സഖാഫി പറഞ്ഞു. അതേ മനുഷ്യ ഇപ്പൊ പറയുന്നു, ആ സഖാഫി പറഞ്ഞിരിക്കുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ളവരുടെ പേര് വെച്ചിട്ട് വ്യാജന ഉണ്ടാക്കിയതാണ്. ഞാൻ ചോദിക്കുന്നു, ഇദ്ദേഹം ഒരു സത്യാന്വേഷിയാണെങ്കിൽ അപ്പ ചോദിക്കണ്ടേ അദ്ദേഹത്തോട്? നിങ്ങളല്ലേ മുമ്പ് എന്നോട് പറഞ്ഞത് അത് ആരോപണം മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യമില്ല, ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കണ്ടേ ഇവൻ? അപ്പൊ ഇവന്റെ ലക്ഷ്യം എന്താണ്? ഇവന്റെ ലക്ഷ്യം സത്യം തുറന്നു പറയലാണോ? ഇവന്റെ ലക്ഷ്യം നേരത്തെ അവന്റെ ശൈഖായി സ്വീകരിച്ച SK കാരനുമായുള്ള കരാറ്, അതനുസരിച്ച് ഓരോന്നോരോന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കലും ആരോപണം പറയലും മാത്രമാണെന്നത് എത്ര വ്യക്തമാണ്. എന്നിട്ട് ഇവൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ പറയുന്നത് കളവാണ് എന്ന്.
തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഇനി എന്ത് തെളിവാ വേണ്ടത്? ഇവൻ കളവേ പറയുന്നുള്ളൂ എന്നതിന് ഇനി എന്ത് തെളിവാ വേണ്ടത്? അത് വെച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അത് വല്ലവരും ഗണ്ണിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും, അത് ഓഡിയോ ആയാലും വീഡിയോ ആയാലും അത് പുറത്തിറക്കും എന്ന് തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മൂപ്പരിങ്ങ് പുറത്തിറക്കിയാല് എന്തൊക്കെയാ സംഭവിക്കുക? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പുറത്തിറക്കിയത് തന്നെയാണ് നിങ്ങൾക്കെതിരെ തെളിവ്. ഇതൊക്കെ ഞങ്ങൾക്ക് വഹി കിട്ടിയതാ. നിങ്ങളുടെ തന്നെ പുറത്തിറക്കിയതിലാണ് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി കളവാണ് എന്നതിന് തെളിവുള്ളത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് കളവായി തീരുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തോട് നിങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോ ആദ്യമുള്ള സത്യം അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾ മുഖവിലക്കെടുക്കാതെ അദ്ദേഹം പറഞ്ഞ ചില ഊഹങ്ങളും അതുപോലെ അദ്ദേഹം പറഞ്ഞ ചില അസത്യങ്ങളും അത് വിലക്കെടുത്തിട്ട് ഒരു ലോകം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനെ ജനങ്ങൾക്കിടയിൽ വ്യാജസനതുണ്ടാക്കി എന്നൊരാരോപണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢതന്ത്രം മെനഞ്ഞ ഈ എസ്കെക്കാരും സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെയായി എന്നല്ലാതെ മഹാനായ കാന്തപുരം ഉസ്താദിന് ഒരു രോമത്തിന് കേടുവരൂല്ല. ഇത് സത്യപ്രസ്ഥാനമാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാം. ഈ അവിടുന്ന് ഈ പിന്നെ ഇക്ബാലിന്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറയുന്ന ഒരു സനത് ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അതാ ഇല്ല ഞാനില്ല. മർക്കസ് കോംപ്ലക്സിലാണ് ജോലി ചെയ്തിരുന്നു. ഇപ്പൊ കണ്ടോ, അവിടുന്ന് സനത് ആരിഫ് ബർക്കാത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്ന് രണ്ടാളും സംഭവിച്ചില്ല. ഇപ്പോ ആ കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് ഞാൻ കോംപ്ലക്സിലായിരുന്നു, എനിക്ക് ജോലിയൊന്നും അയാൾ പറഞ്ഞില്ലേ. പിന്നെ എങ്ങനെ ഇത് നിർമ്മിച്ചതാണെന്ന് പറയുന്നു? ഇനി അപ്പൊ വ്യക്തമായി ബോധ്യമാണ്, മനഃപൂർവം മഹാനായ ഉസ്താദ് അവറുകളെ ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ വേണ്ടി എസ്കെക്കാർ ചെയ്ത പണിയാണിത്. അവർ ഇന്നേ വരെ ചെയ്ത മുഴുവൻ പണികളും ഇങ്ങനെയാണ്. ഓരോ ദിവസവും സമൂഹത്തിന്റെ മുമ്പിൽ മുഖം കെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എസ്കെ. ഇതിലാർക്കാ സംശയം? ഇനി അടുത്തത്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കുറ്റബോധവും സാലി സഖാഫി നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് വിനീതനായി ഞാൻ ചോദിച്ചു. അദ്ദേഹം വളരെ നിഷ്കളങ്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിഷാനെ, അന്നൊരു സഖാഫി സ്വപ്നം കാണുന്നതിലധികമുള്ള സാലറി, ശമ്പളം എനിക്ക് മർക്കസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ശമ്പളത്തിന് പുറമെ രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെക്രട്ടറി ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗം. ആര് കണ്ടാലും ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അതൊക്കെ ആ സമയത്ത് ഈ ഒരു സത്യം, ഈ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞില്ല എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തി. അപ്പോ ഇയാള് നിഷ്കളങ്കനാന്നുള്ളതിന്റെ തെളിവായി ഇപ്പൊ പറഞ്ഞു. ഒന്ന്, കടുത്ത കുറ്റം ചെയ്യുമ്പോ സാലറി നല്ലോണം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, നിഷ്കളങ്കനാന്നുള്ളതിന് ഒരു തെളിവ്. രണ്ടാമത്തത്, അയാൾ നിഷ്കളങ്കനാന്നുള്ളതിന്റെ തെളിവ് AP ഉസ്താദിന്റെ സെക്രട്ടറി പോസ്റ്റോ കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി. AP ഉസ്താദിനാരാ അങ്ങനെ ഒരു സെക്രട്ടറി? ഉസ്താദിന് ചെരുപ്പെടുത്ത് കൊടുക്കുക, കാപ്പി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ജോലി. ആ ജോലിന്റെ പേരാ സെക്രട്ടറി. ശരി, സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിന് എന്തെങ്കിലും ആക്കുക. അപ്പൊ ആ പണിയെടുത്തത് കൊണ്ട് മൂപ്പരെല്ലാരും ബഹുമാനിച്ചിരുന്നു. ഓരോരുത്തർക്കും ഓരോ തോന്നലാ, എന്നെ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാപ്പി കാച്ചുന്ന ജോലി എടുത്ത വകയിൽ സെക്രട്ടറി ആയിട്ട് എന്നെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. അതിന്റെ പുറമെ എനിക്ക് സാലറി നന്നായിട്ട് കിട്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ കള്ളത്തരത്തിന് കൂട്ടുന്നതാണ്. ഇതാ അയാൾ പറഞ്ഞതുപോലും.
എന്നാ അപ്പറഞ്ഞ വകയിൽ ഇവനിക്ക് എന്താ മനസ്സിലായത്? ഇയാള് നിഷ്കളങ്കനാണ്. എങ്ങനെയുണ്ട് നമ്മളെ അന്വേഷണത്തിന്റെ സ്വഭാവം? ഇനി അടുത്തത് എന്നോട് ചോദ്യം ഇന്ന് ചോദിക്കുകയും നാളെ മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ അതിലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എന്തോ ഒരു നിഗൂഢത ഉണ്ട് ഇയാളെ വർത്താനത്തിൽ. പിന്നെ അയാളെ വാക്ക് തെളിവിന് ഉദ്ധരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് വെറും ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത ഒപ്പിക്കൽ പണി. ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞ ഈ ഒരു സത്യം തിരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കും നമുക്കുമില്ലേ? മനസ്സിലായോ? സത്യം തിരുത്തട്ടെ എന്ന് ചോദിച്ചു. സത്യം തിരുത്താൻ പാടുള്ളൂ. അസത്യം തിരുത്തണ്ടേന്നല്ല ചോദിച്ചത്, സത്യം തിരുത്തണ്ടേന്ന്. കാരണം സത്യം അയാൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് വ്യാജ സനദ് ഉണ്ടാക്കിയതാണെന്നുള്ള ആരോപണം മാത്രമാണ്, അതിന് യാഥാർത്ഥ്യമില്ല. അപ്പൊ മറ്റേയാള് പറയാണ് തിരുത്താനൊന്നും എന്നെ കൊണ്ടാവൂല, അപ്പുറത്തുള്ള വലിയ ശക്തന്മാരായ ആളുകളാണ്. ഉറപ്പന്നല്ലേ നമ്മളെ പ്രസ്ഥാനം ശക്തമാണ്, സത്യം തിരുത്താൻ വിടൂ. അത് ആ ഒറ്റ വാക്കി പറഞ്ഞ മറുപടി ഒന്നുകൂടി വെച്ചു കൊടുക്ക്, എന്നാ അത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു സനദ് വ്യാജമാണ് ഉണ്ടാക്കിയത് എന്ന ആരോപണം തീർത്തും ഒരു ആരോപണം മാത്രമാണ്, ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. അപ്പൊ ഒറ്റ വാക്കിൽ അയാൾ സത്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് തിരുത്താൻ എന്തെല്ലാം പരിപാടി ഉണ്ട്, പിന്നെ ആലോചിച്ച് രണ്ടാളും കൂടിയിട്ട്. ഇതൊക്കെ പഴയ കാലത്ത് എത്രയോ നടന്നുപോയ സംഗതികളാണ്. സത്യം പറഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി നടക്കുക. അങ്ങനല്ലേ തുടക്കം അരീക്കാട് പള്ളി, അതിന് പൈസ കൊടുത്ത അതേ മനുഷ്യൻ വന്നിട്ട് ഞാനാണ് കുലൈബി, ഞാൻ ഇത്ര സംഖ്യയാണ് ശേഖ ബുക്കറിന് കൊടുത്തത്, അദ്ദേഹം അത് വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാലൊന്നും നമ്മൾ നേരാക്കൂല, ഇയാൾ അതിൽ നിന്ന് തട്ടിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനല്ലേ ഈ എസ്കന്റെ ആളുകൾ ആദ്യം തന്നെ കുഴപ്പം തുടങ്ങിയത്. അപ്പൊ വ്യാജമായ ആരോപണങ്ങൾ പറഞ്ഞ് സത്യത്തിനെതിരെ പുറംതിരിഞ്ഞ് നടക്കുകയാണ് അന്ന് മുതലേ മഹാനായ ഉസ്താദ് അവറുകളെ നിന്ദിക്കാൻ വേണ്ടി മറുവശം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ കാര്യമായിട്ട് കൊണ്ടുവരുന്നൊരു സാധനമുണ്ട്, ജബലമ്മ. ഈ ജബലമ്മ പറയുന്നു എന്ന് കേട്ടോളികള്. സുബ്ഹാന ജല്ല ജലാലു. പലഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അത് ആധികാരികമാക്കാൻ വേണ്ടി എന്നെയും അതുപോലെ തന്നെ ഇപ്പോൾ മർക്കത്തിന്റെ പുറത്ത് അതായത് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന ഒരു സഖാബിയെയും അതുപോലെ തന്നെ ഇപ്പോൾ മർക്കത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഖാബി, അദ്ദേഹം ബാഗമി കൂടിയാണ്, അദ്ദേഹത്തെയും കൂടി ചുമതലപ്പെടുത്തിയ ആ രേഖ ഉണ്ടാക്കൽ ചടങ്ങ്, അതായത് മുടി ആധികാരികമാക്കാൻ വേണ്ടി അതിന് സനദുണ്ടാക്കാൻ വേണ്ടി ആദ്യം എന്നോട് പറഞ്ഞു. അങ്ങനെ എന്റെ കയ്യിൽ എല്ലാവരും പേര് തരികയും ആ പേര് വെച്ചുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവസാനം അതവിടെ കിടക്കുകയും ഒരു അറബി പ്രമുഖൻ മർക്കത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ മർക്കത്തിലുള്ള മുടിയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് ഈ മുടിയുടെ സനദ് ആവശ്യമായപ്പോൾ അദ്ദേഹം മുടിയുടെ സനദ് ചോദിച്ചപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ സഖാബിയെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയും ആ സഖാബിയും ഞാൻ പറഞ്ഞ ഈ ഭാഗവും കൂടി ആ പണി പൂർത്തിയാക്കുകയും ചെയ്യുന്ന സംഭവം അതാണിപ്പോൾ സനദായിക്കൊണ്ട് ഇവിടെ കോട്ടക്കൽ വെച്ചും മറ്റും വായിച്ച് നിങ്ങൾ കേട്ടതായ സനദ്. അപ്പൊ മൂന്നാളെ കൂട്ടിയിട്ടുള്ള ഒരു ചടങ്ങ് സനദ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ് ഈ ജബലമ്മ പറഞ്ഞത്. അപ്പോ 4-5 പേര് കൊടുത്തിട്ട് ഇയാളോട് ഒരു സനദ് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ഒരു ചടങ്ങ്, സനദ് ഉണ്ടാക്കൽ ചടങ്ങ്. അതിന് ഒരു സഖാഫിയും ബാക്കവിയും കൂടിയായ കുത്തുബ് ഖാനയിലുള്ള ഒരാളും പിന്നെ ഇപ്പറഞ്ഞ ന്യൂസിലാൻഡിലുള്ള ആളും ഇയാൾ, അങ്ങനെ 3 ആളെ അധികാരപ്പെടുത്തിയെന്ന്. ഇയാളെ വകയിൽ ഏറ്റവും വലിയ കദിബുൻ വഫ്തിറാഉൻ മഹദുൻ, ഏറ്റവും വലിയൊരു കളവ്. അത് കളവാണെന്നല്ല എന്താ തെളിവ്? തെളിവില്ലാതെ എന്റെ ജീവിതത്തിലാണെന്ന് പറഞ്ഞില്ല, എന്റെ തെളിവായി പറയാൻ പോകുന്നത്. ഇയാൾ പറഞ്ഞ ന്യൂസിലാൻഡിലെ വ്യക്തി ഉണ്ടല്ലോ, അയാൾ എന്നെ പറയുന്നത് അത് ഈ ജബലമ്മ തെറ്റിദ്ധരിച്ചതാണ്. മലയമ്മ തെറ്റിദ്ധരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് മലയമ്മ ധാരണയായിരുന്നു. ഞാൻ മലയമ്മനോട് അന്ന് ഞാൻ തിരുത്തി. ഞാനല്ല, അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ തിരുത്തിയിട്ടുണ്ട് എന്ന് ഇയാൾ പറയുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞത് ശരിയല്ല, ഈ ജബലമ്മ പറഞ്ഞത് ശരിയല്ല എന്ന് കൂട്ടുകാരനായ മറ്റേയാൾ പറയും. ഇനിയോ ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഓരോരുത്തർക്ക് പറയാൻ ഓരോ സൗകര്യം ഉണ്ടാവുമല്ലോ. ഇയാളെ പുറത്താക്കിയതാ. പുറത്താക്കാൻ എന്തെങ്കിലും കാരണോ? അത് വ്യാജത്തരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടതാ. അത് ഇയാൾ തന്നെ പറയുന്നത്.
ഈ മലയമ്മ സത്യത്തിലാണെന്ന് പോകുന്നത് ത്വരീഖത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലല്ലേ? അതെ, പോകേണ്ടി വന്ന പുറത്താക്കിയതാണ്. അപ്പൊ ത്വരീഖത്തിന്റെ വിഷയത്തിലാണ് മലയമ്മ പോകുന്നത്. അപ്പൊ മലയമ്മ പോകുന്നതിന് മുമ്പേ പുള്ളിക്ക് ഈ സംഗതി അറിയാം. പുള്ളി എങ്ങനെയാണ് ഇത് അറിയുന്നത്? നിങ്ങളോട് മജീദ് മൊയ്ലാർ പറഞ്ഞിട്ടാണ് പുള്ളി അറിയുന്നത്. ഈ മലയമ്മ എങ്ങനെയാ അറിയുന്നത്? നല്ല അറിയലാണ്. ഇയാളോട് മജീദ് മൊയ്ലാർ പുള്ളി അറിയാൻ. മലയമ്മ എങ്ങനെയാ അറിയുന്നത്? മലയമ്മയുടെ പക്ഷെ ഞാൻ സംസാരിച്ചതായിരിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോ കേട്ടതായിരിക്കും. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എങ്ങനെയാ അയാൾ അറിഞ്ഞതെന്ന് ഇയാൾക്ക് ഓർമ്മയില്ല. മറ്റേയാളാണെ തെറ്റിദ്ധരിച്ചതാണ്. ഇവരെ ദലീല് നോക്കണേ, അതിന്റെ ഒരു ക്ലിവാമേ, ഇവരെ ഈ തെളിവിന്റെ ഒരു ഉറപ്പാണ്. ഇനിയോ സംഗതി എന്തായിരുന്നു? അയാളെയും എസ്കക്കാര് പൈസയും കൊടുത്ത് വാങ്ങിയതാണ്. ഞാനല്ലോ. അതാരാ പറയുന്നേ? ഈ കൂറുകാരൻ തന്നെ പറയട്ടെ. മൂപ്പരിപ്പോ പിന്നെ അവരുടെ പ്രസ്ഥാനത്തോട് വലിയ താല്പര്യത്തിൽ, അതായത് അവരുടെ പണ്ഡിത സംഗമത്തിനൊക്കെ പോയിട്ട് അവരെന്ന് പറഞ്ഞാല് മലയമ്മ പിന്നെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ വന്നപ്പോഴും മലയമ്മയെ ഇവര് സഹായിച്ചു. SKSF അവര് ഇങ്ങനെ അയാൾ അതിൽ വീണതാണ്. അപ്പൊ മൂപ്പർക്ക് സാമ്പത്തികമാണ് മൂപ്പര വിഷയം. അതായത് ഒരു ചെറിയൊരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ? തീർച്ചയായിട്ടും. 1500 2000 2500 എത്ര ശമ്പളം അറിയില്ല. അയാൾക്കൊരു ആക്സിഡന്റ് വന്നു, ബൈക്ക് ആക്സിഡന്റ്. അയാളും മകനൊക്കെ പരിക്ക് പറ്റി ആശുപത്രിയിലായിരുന്നു. ആ സമയത്ത് മർക്കസിന്റെ ആളുകളോ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞോക്കായിട്ടല്ല, അയാൾ ഇവിടെ ഒരുപാട് ആൾക്ക് പലതും കൊടുക്കാണ്ട് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞോക്കാണ്ടുന്നതാണ്. അതിപ്പോ പോട്ടെ. അയാള് കള്ളത്തരീക്കത്ത് പോയിട്ട് അയാളെ പുറത്താക്കി. എന്നിട്ട് മറ്റൊരു പൈസയും കൊടുത്ത് അയാളെ വാങ്ങി. പച്ചയായിട്ടല്ലത് പറയുന്നത്. എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ശുദ്ധ നുണ പറയാണ്. അതല്ലേ ചെയ്തത്? ഇനി അടുത്തത് ഇനിയൊന്ന് കേൾക്കണോ? ഇയാളെ വാചകത്തിന്റെ വൈരുദ്ധ്യങ്ങൾ. ജബലമ്മ പറഞ്ഞ് ഞങ്ങൾ 3 ആളോട് ഉണ്ടാക്കിയില്ല. അപ്പൊ ഇയാൾ പറഞ്ഞ് ഞാനല്ല, അത് അയാൾ തെറ്റിദ്ധരിച്ചാണ്. അയാൾട്ടല്ലാനും. അപ്പൊ രണ്ടുമല്ല, പിന്നെ ഒരാളെ ബാക്കിയില്ല. ഇനി അതാരാ? മജീദ് മുസ്ലിയാരാ. മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയത് എങ്ങനെയാ? അതിനെപ്പറ്റി ഇയാൾ പറഞ്ഞ കേട്ടോളി. മജീദ് മൊയ്ലാർ ഉണ്ടാക്കിയിട്ട് പിന്നെ AP ഉസ്താദിനോട് പറഞ്ഞതാണോ, അല്ലെ AP ഉസ്താദ് പറഞ്ഞിട്ട് മജീദ് മൊയ്ലാർ ഉണ്ടാക്കിയത്? നിങ്ങളൊരു സാധ്യതയില്ല നിങ്ങൾ കൊടുക്കുന്നേ. മജീദ് മുസ്ലിയാർ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉസ്താദ് ആവശ്യപ്പെട്ടു ഉണ്ടാക്കാൻ. എങ്ങനെയുണ്ട്? അപ്പം മജീദ് മുസ്ലിയാർ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ്, പക്ഷേ ഉസ്താദ് ആവശ്യപ്പെട്ടതാണ്. ഇതാ സ്വന്തം ഇഷ്ടപ്രകാരം. ഇനി അതിനേക്കാളും രസമുണ്ട്. ഇതെന്താ ഈ മജീദ് മുസ്ലിയാരോട് ഇങ്ങനെ പറയാൻ കാരണം? അതിന് മൂപ്പര് പറയാണ് കൃത്രിമം ഉണ്ടാക്കാൻ വലിയ സമർത്ഥനാണ് ഒരു മജീദ് മുസ്ലിയാര്. അതുകൊണ്ട് അയാളോട് പറഞ്ഞത്. അപ്പൊ ഇവന്റെ ചോദ്യം, അങ്ങനെ മുമ്പ് ഏതെങ്കിലും ഒന്ന് കൃത്രിമം ഉണ്ടാക്കിയ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? അച്ഛൻ ഒറ്റ എനിക്ക് അറിഞ്ഞൂടാ. അതെട്ടോളി. അല്ല, AP ഉസ്താദ് ആവശ്യപ്പെടണമെങ്കിൽ AP ഉസ്താദിനെ അറിയില്ലേ ഇത് സംഗതി അവിടെ ഒന്നും ഇല്ല എന്നല്ലേ? ഈ മജീദ് മുസ്ലിയാർ അതിനു മുമ്പ് അങ്ങനെയുള്ള സംഗതികൾ ചെയ്തിരിക്കണം. കൃത്രിമമായ വിഷയങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ് മജീദ് മുസ്ലിയാർ. ഒരു മസലൻ ഇതുപോലെ സമർത്ഥമായി ഉണ്ടാക്കി 1-2 കൃത്രിമ വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറയാവോ? അങ്ങനെ ഒരു ഉദാഹരണം എനിക്ക് പറയാനറിയില്ല. പക്ഷെ മജീദ് മുസ്ലിയാർ ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. എന്നല്ലാണ്ട് ഒരൊറ്റ ഒന്ന് പറയാൻ കഴിഞ്ഞില്ല. കള്ളത്തരം പറഞ്ഞ അങ്ങനെയാണ്. ഒരൊറ്റ ഒന്ന് പറയാൻ കഴിഞ്ഞില്ല. കൃത്രിമം ചെയ്യാറുണ്ട് എന്ന് സ്വന്തത്തിൽ ഒരു മനുഷ്യരെ പറ്റി പച്ച ദൈവത്തം കൊണ്ട് പറഞ്ഞു. ഇനി എന്തിനാ മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയത്? അതൊന്നും കേട്ടോളി. തലവേദന മാറാനാണ്. വയറ്റെന്ന് പോയിട്ടായിരുന്നു ഒന്ന് വെച്ചുകൊടുത്ത. ഇത് പിന്നെ വേറെ ആരെയും ബോധ്യപ്പെടുത്താനും അല്ല, അതായത് SKSFകാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ ഒന്നും ഉണ്ടാക്കിയതല്ലത്. മജീദ് മുസ്ലിയാർ അയാളുടെ തലവേദന ഒഴിവാക്കാൻ വേണ്ടി, ഉസ്താദ് ചീത്ത പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി അയാളൊന്നും അങ്ങോട്ട് തട്ടിപ്പിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോ ഉസ്താദ് ചീത്ത പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി, തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞിട്ടാണെന്ന് അയാൾ പറഞ്ഞു. അതേ മനുഷ്യൻ ഉസ്താദ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലാതെ കേട്ടോളി. ആ മുഫസ്സല സനദ് എന്ന് പറയുന്ന സംഭവം മൂപ്പരുണ്ടാക്കിയതാണ്. മൂപ്പരുണ്ടാക്കിയിട്ട്, അതായത് ഫിർദൗസി ബാവന്റെ സനദ് ഈ മുഫസ്സല സനദ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു.
അത് AP ഉസ്താദ് അറിഞ്ഞിരുന്നല്ലേ? അറിയാണ്ട് സ്വന്തം ഉണ്ടാക്കിയതാ? അത് ഉസ്താദിന് അറിയാം എന്നും പറയാൻ, അറിയില്ല എന്നും പറയാം. ഉസ്താദ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇയാളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇയാളെ വാക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അന്വേഷണത്തിന് പോയ ഈ ഇളം തലമുറ നടത്തിയ അന്വേഷണത്തിന്റെ കോലായത്. ഈ ഇളം തലമുറ ചോദിക്കുന്നത് ഇതിന് വല്ല സാക്ഷിയുണ്ടോ, മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയാന്നുള്ളതിന് നിങ്ങളല്ലാത്ത വേറെ ആർക്കെങ്കിലും ഇത് അറിയുമോ? അപ്പൊ അയാൾ കുറെ ആളെ പേര് പറയുന്നു. അതിലൊന്ന് എന്റെ ശിഷ്യൻ നൗഷാദ് സഖാഫി കൂരാരയാണ്. ഒന്ന് കേട്ടോളി. നിങ്ങളൊരു ധാരണയില്, അതായത് നിങ്ങൾക്കൊരു 100% ഉറപ്പായിട്ട് ഈ വിഷയം അറിയും എന്നുള്ള എത്ര പേരുണ്ടാവും? ഇത് വ്യാജ സ്ഥാനത്താണ് അറിയുന്നത് ഞാനും മജീദ് മുസ്ലിയാരും, പിന്നെ ഞങ്ങളുടെ കുത്തുബാന സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. കുത്തുബാനയിലെ സുഹൃത്തിന്റെ പേരും കൂടി ഒന്ന് അറിഞ്ഞിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ്. ഈ മജീദില് പിന്നെ കൊഴിമണ്ണ സഖാഫി, മുഹമ്മദ് കുട്ടി സഖാഫി കൊഴിമണ്ണ, പിന്നെ ഒരു നൗഷാദ് സഖാഫി ഉണ്ട്. നൗഷാദ് സഖാഫി, നൗഷാദ് പേരോന്റെ ശിഷ്യനാണ്. കാരി നൂറുദ്ദീൻ സഖാഫി, അയാളും അറിയും. അപ്പോ ഇയാളിപ്പോ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ ആളുകളെ മുഴുവൻ ഞാൻ വിളിച്ചു. നമ്മൾ അന്വേഷണം അങ്ങനെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു. അങ്ങനെ ഒരു സംഭവം അവരാർക്കും അറിയില്ല. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾ പറയാണ് മജീദ് മുസ്ലിയാർ എന്നോട് പറഞ്ഞു ഖാദിരിയത്തിന്റെ ത്വരീഖത്തിന്റെ ഈ സനത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതില്ല നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ഒരുപക്ഷെ അതുപോലെ പറഞ്ഞു ഈ പിന്നെ ഖാദിരിയ സനത് ഉപയോഗിച്ചിട്ടാണ് മറ്റേത് ഉണ്ടാക്കിയത്. ശരി. ഓക്കെ. അപ്പൊ ഖാദിരിയത്തിന്റെ സിൽസില വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് മജീദ് മുസ്ലിയാർ പറഞ്ഞു. അയാളെ ഉണ്ടാക്കിയതിനെ ഇതുവരെ ഇയാൾ പറഞ്ഞു. എന്നാ നമ്മൾ മജീദ് മുസ്ലിയാരെ വിളിക്കുക. ഞാൻ വിളിച്ചു മജീദ് മുസ്ലിയാരെ. ലാ വല്ലാഹി അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് പച്ച നുണയാണ് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടോളി. ഈ ഷാറു മുബാറക്കിന്റെ സനത് AP ഉസ്താദ് പറഞ്ഞിട്ട് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ഒരു വാദം ജിഷാനുണ്ട്. അത് അവനോട് അങ്ങനെ പറഞ്ഞത് സാലിഹ് സഖാഫിയാണ്. സാലിഹ് സഖാഫിയോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാണ് സാലിഹ് സഖാഫി പറയുന്നത്. അപ്പോ മജീദ് മുസ്ലിയാർ ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞാണ് നിങ്ങൾ കേട്ടത്. മറ്റൊന്ന്, നമ്മളെ ഇളം തലമുറേന്റെ തെളിവ്. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു ജാലിയൻവാല ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് ഞാൻ അറിയില്ല. ഇതാണ് ഒരു തെളിവ്. ജാലിയൻവാല ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഷാറുബാർക്ക് ഒറിജിനൽ അല്ല എന്നെങ്ങനെ കിട്ടുക? ഇയാള് പറയുന്നത് 1,00,000 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ സമ്മേളനത്തിന് വിളിക്കൂലേ? എനിക്കറിയാം എത്രയോ ലക്ഷങ്ങൾ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ മർക്കസ് കോംപ്ലക്സ് ഇപ്പൊ കോഴിക്കോട്ട് നിൽക്കുന്ന സ്ഥലം അത് പൂർണ്ണമായി അതിന് സഹായിച്ച ഒരാളുണ്ട്. അയാൾ ഇന്ന് വരെ ഒറ്റ സമ്മേളനത്തിന് വന്നിട്ടില്ല. എത്ര കോടി റുപ്യ കിട്ടാ സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഇന്ന് വരെ ഒരു സമ്മേളനത്തിന് വന്നിട്ടില്ല. അങ്ങനെ സഹായിക്കുന്നവർക്ക് കൊണ്ടുവരില്ല, സഹായിക്കുന്നവർക്ക് വരുത്താം. ഈ സാധു എന്താ മനസ്സിലാക്കിയത്? പിന്നെ അടുത്തത്, പിന്നെ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് ഉസ്താദേ? തുടക്കത്തിൽ ഞാൻ അവിടെ ബോംബെയിൽ പോകുന്നതിന് മുമ്പ്. അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ വീടുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. എന്നാ മനസ്സിലാക്കി വെച്ചോ, മഹാരാഷ്ട്രയിലാണ് ബോംബെ. മനസ്സിലാക്കി വെച്ചോ. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവുക? മറ്റേ ശൈഖിന്റെ മുരീദായിട്ടല്ലേ പരിപാടി. പിന്നെ എങ്ങനെ മനസ്സിലാവുക? അടുത്തത്, ഉസ്താദിനോട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു. അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിക്കാൻ വേണ്ടി അയച്ച ബഷീർ ഹാജി എന്ന് പറയുന്ന മുക്കം സ്വദേശിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോട് തീർത്തു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പക്ഷേ ബഷീർ ഹാജി നിങ്ങളും ജിഷാൻ മാഹിയൊക്കെ ഇനി മറുചേരിയിൽ വല്ല ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇയാളെന്തിനാ ഫോൺ നമ്പർ വാങ്ങുന്നത് നമുക്ക് അറിഞ്ഞൂടെ? ഉസ്താദിന്റെ അറിവ് എത്ര ആഴത്തിലുള്ള അറിവാണ് നമുക്ക് മനസ്സിലായത്. ഇനിയോ ഇതപ്പോ തെളിവ്. ഫോൺ നമ്പർ കൊടുക്കാതെ ഷാറു ബാർക്ക് ഒറിജിനൽ ഇല്ലാതിരിക്കുമോ? അത് എഴുതിയിട്ടാവില്ല പറഞ്ഞ്. അടുത്തത്,
ഉമർ കാമിലി അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഇവന്റെ CD പറയുന്നുണ്ട്. എന്നാൽ അത് ആരോട് പറഞ്ഞു? കാന്തപുര ഉസ്താദിനോടും ചുള്ളിക്കോടിനോടും ബഷീറാജിനോടും പറഞ്ഞു എന്നാണ് ഇവന്റെ പ്രസംഗത്തിൽ പറയുന്നത്. എന്നിട്ടോ കാന്തപുര ഉസ്താദിനെ വിളിച്ചു വെച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ചുള്ളിക്കോടും പറഞ്ഞു. അപ്പൊ അവർ രണ്ടാളും പറഞ്ഞു കളവ്, ബഷീറാജ് പറഞ്ഞത് നേര്. അഹമ്മദ് ഖസറജി പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഉമർ കാമിലി പറഞ്ഞിരുന്നു എന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ ബഷീർ ഹാജി എന്നോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ് 2 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് വിളിച്ചു. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഉമർ കാമിലി ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് പൊതുസമൂഹത്തിൽ പറയാൻ പാടുള്ളൂ. ഉസ്താദ് കണ്ണടച്ച് പറഞ്ഞു, അങ്ങനെ ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ചുള്ളിക്കോട് ഉസ്താദിനോട് ചോദിച്ചു, ചുള്ളിക്കോട് ഉസ്താദും പറഞ്ഞു ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ബഷീറാജ് പറഞ്ഞോ ഇല്ല എന്നുള്ള വേറെ വിഷയം, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുന്നത്. ഉമർ കാമിലി വളരെ സാഹിത്യത്തിൽ അറബി പറയുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം കാന്തപുര ഉസ്താദിനും ചുള്ളിക്കോടിനും മനസ്സിലാകുന്നത് പോലെ സാഹിത്യ ഭാഷ അറിയാത്ത മനസ്സിലാവുമോ? അതേ സമയത്ത് ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ചുള്ളിക്കോടിനോട് പറഞ്ഞിട്ടില്ല. അവർ രണ്ടാക്കും നന്നായി അറബി അറിയുന്ന ആളുകളാണ്. ഇനി എന്താ അടുത്ത തെളിവ് എന്നറിയോ? പൊന്മൾ ഉസ്താദ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഷെഹറു ബാർക്ക് ഒറിജിനലാണെന്നതിന് തെളിവ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഇനി ആരും ഇന്നാലില്ല പറയരുത് കേട്ടോ. ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഇവൻ ഇങ്ങനെ ഒരു ഫിത്തിനൊക്കെ ഇറങ്ങിയല്ലോ പഠിച്ചവനെ. ഇനി ഇവൻ എന്തെല്ലാം ഫിത്തിന ഉണ്ടാക്കുക? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ജിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് നീ പുറത്താരോടും തൽക്കാലം പറയേണ്ടതില്ല, അത് മനസ്സിലാക്കി. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. പണ്ഡിതന്മാരെ ഈ വിഷയം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാ ഉത്തരവാദിത്തം മാറി. പുറത്താരോട് പറയണ്ടെന്നല്ലേ പറഞ്ഞ്? ഒരു ഹക്കാണെങ്കിൽ പറയണമെന്നല്ലേ ഒരു മുസ്ലിം പറയാ? എന്റെ അടുത്ത് വന്ന കഥ കേട്ടോളി. അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉസ്താദിന്റെ പേരൂർ ഉസ്താദിന്റെ മേശയ്ക്ക് ചുറ്റുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പേരൂർ ഉസ്താദ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ജിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തൽക്കാലം പൊതുസമൂഹത്തിൽ ഈ വിഷയം നീ ആരോടും പറയേണ്ടതില്ല. കാരണം പറഞ്ഞാൽ അത് വലിയ ഫിത്നയ്ക്ക് കാരണമാകും, സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പിന് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ ആ മഹത്തായ ഉപദേശം ഞാൻ അത് ശിരസാവഹിച്ചുകൊണ്ട് തന്നെ 100% ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ശിരസം വന്ന് പോക്കിയത്, ശിരസാ വഹിച്ചിട്ട് പിന്നെ അതിനാ പോക്കിയത്. ഞാൻ ആ പറഞ്ഞ സ്ഥലത്തിന് നിന്നാ പോരായിരുന്നോ? അത് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കണ്ട എന്തിനല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇയാള് പറയാണ് എസ്കക്കാരനൊരു കമന്റ് ഉണ്ട്, അതടക്കമെന്ന് കേട്ടോളി. എല്ലാ വിഷയങ്ങൾക്കും സൂക്ഷ്മത പാലിക്കുന്ന പേരോട് ഉസ്താദ് ഈ മുടികൾ തുറന്നു നോക്കാൻ പോലും തയ്യാറായില്ല. സത്യത്തിൽ പൊന്മള ഉസ്താദ് മുടികൾ തുറന്നു നോക്കുകയും അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ ഈ ഞാൻ പേരോട് ഉസ്താദിനോട് ചോദിച്ചിരുന്നു, ഉസ്താദെ ഞാനിതൊന്ന് തുറന്നേരട്ടെ. ഉസ്താദ് പറഞ്ഞു തുറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് കൊണ്ടുവന്നിട്ട് കൺമുമ്പിൽ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കണ്ട എന്ന് വല്ലവരും പറയുമോ? ചിന്തിക്കേണ്ടവർ, അത് ഉൾക്കൊള്ളേണ്ടവർ. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ഞാൻ അവരുടെ സ്വകാര്യ റൂമിൽ പോയി 18 മുടികൾ കാണിച്ചിട്ടും അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷാറ മുബാറക്കാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷാറ മുബാറക്കാണ് തിരുകേശമാണെന്ന് അംഗീകരിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് അവരത് വാങ്ങി വെക്കുമായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ആ നിലക്ക് അതിനെ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അവര് പോലും ഷാറ മുബാറക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരമാർത്ഥം, ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ എന്റെ കണ്ണുകൊണ്ട് അവിടെ കണ്ടു. ഇത്രയൊക്കെ ആയിട്ടും മുടിവെള്ളം കുടിച്ച് അന്തത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടുത്തിയ കാരന്തൂരികളെ കാര്യമെന്ന് പറയാൻ SSFകാരാ ഒറ്റപ്പെടുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടോ? ഇത് നിഷേധിക്കാൻ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിനെ പോലെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എന്താ ഈ കമന്റ് കഴിഞ്ഞിട്ടും മറ്റോ പറയുന്നത് ഞാൻ സത്യസന്ധനാണ്, വേഗം രക്ഷപ്പെട്ടോ?
സത്യസന്ധനായ ഒരു പണ്ഡിതനാണെന്ന് പിന്നെയും പറയാണ്. കാരണം മനസ്സിന്റെ ഉള്ളിലുള്ള ആ വിഷയം നീക്കാൻ കഴിയുന്നില്ല. അതേ സമയത്ത് എസ്കന്റെ ഭാഗത്ത് സത്യസന്ധനായ ഒരാളും ഇല്ലാന്ന് ഇപ്പോഴും നിങ്ങൾ ഈ കേൾപ്പിക്കുന്ന സീഡിക്കാരനും വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ എസ്കക്കാർക്ക് നല്ലത്. പിന്നെ വിഷയം പറഞ്ഞ് നിങ്ങൾ മനസ്സിലായോ? ഞാനത് തിരിഞ്ഞെന്നെ നോക്കിയില്ല. എന്തുകൊണ്ടാണ് തിരിഞ്ഞു വെക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കഴിച്ചു വെക്കാതിരുന്നത്? പൊന്മുളസ്ഥാൻ എന്തുകൊണ്ടാണ് സ്വീകരിച്ച് വെക്കാതിരുന്നത്? 18 മുടിയും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ അയാളത് അംഗീകരിക്കുന്നില്ല. അത് ഷെഹറുബാറക്കാന്ന് അയാൾക്ക് വാദവും ഇല്ല, ഷെഹറുബാറക്കാന്ന് വിശ്വസിക്കുന്നുമില്ല. ഷെഹറുബാറക്കാണെന്ന് വിശ്വസിക്കാത്തൊരു മുടിയും കൊണ്ടൊരുത്തം വന്നിട്ട് ഇത് നിങ്ങൾ വാങ്ങിയുടെ വെച്ചോളി തന്നെ ഞങ്ങൾ വാങ്ങി വെക്കുവോ? ഇവൻ തന്നെ പറയുന്നത് ഇത് ഷെഹറുബാറക്കല്ല, ഷെഹറുബാറക്കാണ് എന്ന് പറഞ്ഞിട്ടല്ല തരുന്നത്, ഇത് ഷെഹറുബാറക്കല്ല എന്ന് പറഞ്ഞിട്ടാ. അത് വാങ്ങിയേക്കട്ടെ, ആവശ്യം ഞങ്ങൾക്ക് എന്താ ബാർബർ ഷാപ്പിന്റെ വീട്ടിൽ എത്ര മുടി ഉണ്ടാവും? ഇവൻ ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ എന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഇതനുണ്ടാക്കണ്ട എന്നുള്ളവർക്ക് നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയക്കുകയാണെന്ന് ഇവന് മനസ്സിലായിക്കൂടെ? അതിനുള്ള ബുദ്ധി ഉണ്ടായില്ല. അവന് ബുദ്ധി ഇല്ലാത്തതിലല്ല എനിക്ക് വിഷമം, ഇതിട്ട് കേൾപ്പിച്ച എസ്കക്കാരനും ബുദ്ധി ഉണ്ടായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹത്തിന് 18 അവിടെ കേട്ടെ ഒരൊറ്റ മുടി ജാലിയാവാല ഇദ്ദേഹത്തിന് കൈമാറി എന്നതിന് ഒരു തെളിവും ഇല്ല. ഞാൻ വിളിച്ചു നെല്ലിക്കുന്ന്, കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹമ്മദ്. അദ്ദേഹം ജാലിയാവാലയുമായും അദ്ദേഹത്തിന്റെ മകനുമായും നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ജാലിയാവാല പറയുന്നു, അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, ഒരൊറ്റ മുടിയും ആ പറഞ്ഞ മനുഷ്യന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഒരു നിലക്കും വിശ്വസിക്കപ്പെടാൻ പറ്റാത്ത 100% ചതിക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പ് ഞങ്ങൾ ഇത് വാങ്ങി വെച്ചില്ല എന്നാ കംപ്ലൈന്റ്. എന്നാ ഒന്നും കൂടി പറയാ, മുഹമ്മദ് നെല്ലിക്കുന്ന് ഇപ്പവും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോ. അദ്ദേഹത്തോട് വ്യക്തമായി ജാലിയാവാലയും പറഞ്ഞിട്ടുണ്ട്, മകനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെച്ചു കൊടുത്താട്ടെ. ഇക്ബാൽ ജാലിയാവാലയും അയാളെ മകനോ? മകൻ ഇമ്രാന്. നമ്മുടെ പരിപാടിക്ക് വന്ന ആള്. അവര് പറഞ്ഞ എന്താണ് നിങ്ങളോട്? ഇങ്ങനെ കൊടുത്തിട്ടില്ല, നമുക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. ആർക്ക് കൊടുത്തില്ല? ഈ ജിഷാന് കൊടുത്തിട്ടില്ലാന്ന് അയാളെ തർപ്പിച്ചിട്ട് പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും വരുമ്പോ മോനുണ്ടായിട്ടില്ല, നാട്ടിലായിരുന്നു. അപ്പോ ഈ ബസ്സിന്റെ കപ്പാട്ടുകാര് പൂട്ടിച്ചാണ് പോയിരുന്നത്. കാരണം ഇപ്പൊ പ്രായമുള്ള ആളെ ഈ ബസ്സിന്റെ കപ്പാട്ടുണ്ടല്ലോ റൂമിലെ കൊരയിട്ട പെട്ടി, ഈ ഷെയർമാർക്ക് സൂക്ഷിക്കുന്ന കപ്പാട്ട്, അത് ലോക്ക് ചെയ്തിട്ടാണ് മോന് പോയിരുന്നത് നാട്ടില് പോകുമ്പോ. കാരണം ഇപ്പൊ പ്രായമുള്ള ആളെല്ലാരും വന്നിട്ടാകുമ്പോ ഇങ്ങനെ ഇതാക്കുന്നതുകൊണ്ട് പോകാൻ ബന്ധമായിട്ട് പോലെ. പിന്നെ ഓന് കുറെ റിക്വസ്റ്റും കഴിഞ്ഞതുകൊണ്ട് ഒരു ഈ ആ ബോട്ടലില് നല്ലൊരു കുപ്പിന്റെ ഇതിലാണ് ഇത് വെച്ചിട്ടുണ്ടാകുന്നത്. അതിന്റെ പുറത്ത് ചുറ്റി ഒരു തുണിന്റെ കഷ്ണം നമുക്ക് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടുന്ന് രാമന്തളി വിളിച്ചിട്ട് അംജദ് ഉസ്താദ് എന്ന് ഇമാമിന്റെ അവരോട് ഇങ്ങനെ ഇവന് പറഞ്ഞ കഥ പറഞ്ഞിട്ട് ഇവന്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻക്ക് ഗുജറാത്തിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ ഭാര്യനോട് വരെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ കൊടുത്ത തുണിയും അവനോട് തിരിച്ചു വാങ്ങിച്ചിരുന്നു, ആ ചെറിയൊരു ടവലിന്റെ കഷ്ണം. അങ്ങനെയാണ് അവര് പറഞ്ഞത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 10 ദിവസം മുമ്പ്. അപ്പൊ ഏതായാലും ജിഷാന് അവര് മുടി കൊടുത്തിട്ടില്ല നിങ്ങളോട് പിന്നെ ജാലിയാവാലയും പറഞ്ഞിരിക്കുന്നു, അയാളെ മകനും പറഞ്ഞിരിക്കുന്നു. മകനും പറഞ്ഞു, ഒരുമിച്ച് തന്നെ പറഞ്ഞേ. അപ്പൊ അവന് അടുത്തുണ്ടാകുമ്പോ രണ്ടാളും പറഞ്ഞതാണ്. മകനും പറയും അത് കൊടുത്തതായി ഒരു സാക്ഷി പോലുമില്ല, ഒരു സാക്ഷി പോലുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബോംബെ പോയൊരു സാക്ഷി ഉണ്ടോ ഇല്ലെന്നല്ല ഞാൻ ചോദിച്ചു. മുടി കൈമാറുന്നത് കണ്ട സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് തെളിയിക്കാൻ ഇന്ന് വരെയും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 18 മുടികളുമായ ജാലിയാവാലയിൽ നിന്ന് ഞാൻ അവരെ കണ്ടിരുന്നു എന്നും അവരത് അംഗീകരിച്ചിരുന്നു എന്നും വളരെ വ്യക്തമാണ്. അത് അവര് നിഷേധിക്കുകയില്ല. ജാലിയാവാല നിങ്ങൾക്ക് 18 മുടി തന്നതായി യാതൊരറിവും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ അന്വേഷണത്തിൽ അങ്ങനെ തന്നതായി ഒരറിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടും ഇല്ല. ഞങ്ങളടുത്ത് വന്നിരുന്നു, എൻ്റെ അടുത്ത് വന്ന് 18 മുടിയുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനേക്കാളും കൂടുതൽ അയാളെ തലയിലില്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ തല ഇവിടെ വാങ്ങിയേക്കുന്ന
അതുപോലെ പൊന്മുളസാന്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ മൂപ്പര് പറയാണ്, ഞാന് പേരോണ്ണ തക്കലീത് ചെയ്തു, എന്നെ തക്കലീത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഴി പോയി വീഴൂലായിരുന്നു. എന്നെ തക്കലീത് ചെയ്യാത്തത് കൊണ്ടായി കുഴി പോയി വീണത്. അതൊന്ന് കേട്ടോളൂ. അതിന്റെ രസം അറിയോ? അതിന്റെ രസോ നേരത്തെ ഷെയ്ഖ് പറഞ്ഞാണല്ലോ കുഴപ്പം തീർത്തുണ്ടാക്കാനേ. അപ്പൊ ഷെയ്ഖ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ട് ഷെയ്ഖ് പോയിട്ട് ഓരോ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. ഇതാ ജാലിയൻവാലയുടെ അടുത്ത് ഇൻഷാൻ പോയിട്ടുണ്ട്, എന്റെ മുടി കൊണ്ട് വന്നിട്ടുണ്ട്, പൊന്മളയുടെ അടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ ഷെയ്ഖ് പ്രസംഗിക്കാണ്. അപ്പൊ പ്രസംഗിക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. ഷെയ്ഖ് പ്രസംഗിക്കുന്നതിനനുസരിച്ച് ഇവന് ഫോൺ വരികയാണ്. ഫോണ് വരുമ്പോ എന്നെ വിളിക്കാണ്, ഞാൻ എന്താ പറയണ്ടേന്ന് എന്നോട് ചോദിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോടി. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആള് ഞാൻ പൊന്മുള ഉസ്താദിനെ പോയി കണ്ടു എന്നും ഉസ്താദ് എനിക്ക് ജാലിയൻവാലയിൽ നിന്ന് മുടികൾ കിട്ടിയിരുന്നു എന്നും ഈ പറയുന്ന ഇസ്മായിൽ സഖാഫി വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, നീ പോയിന്നും പറയണ്ട പോയില്ല എന്നും പറയണ്ട. പോയി എന്ന് പറഞ്ഞാൽ എന്തായി? സത്യമായി. പോയില്ല എന്ന് പറഞ്ഞാൽ കളവായി. നീ ഈ വിഷയത്തിൽ പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? പല ആളുകളും വിളിക്കും. ഞാൻ വിളിച്ചപ്പം പറയും എനിക്ക് പ്രതികരിക്കാനില്ല, കാരണം ഞാൻ ഇമാമായിട്ട് ഞാൻ തക്ബീർ പേരോട് ഉസ്താദിനായിരുന്നു. പിന്നെ അതിനെ വിട്ട് അതിൽ തന്നെ ഉറച്ചവിടെ നിന്നാ പോരായിരുന്നോ? അപ്പൊ ഞാനൊരു കളവ് പറയാൻ സമ്മതിച്ചില്ല. പോയിന്നും പറയണ്ട പോയില്ല എന്നും പറയണ്ട, രണ്ടും പറയണ്ട. ഞാൻ ഇവരൊന്നും പറയുന്നില്ല പറഞ്ഞ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ എസ് കെ കാരൻ ഇത് പ്രസംഗിക്കണമെങ്കിൽ വഹി കൊണ്ടറിഞ്ഞതാ? എസ് കെ കാർക്ക് വഹി ഉണ്ടാവും? എസ് കെ കാർക്ക് കറാമത്ത് ഉണ്ടാവുമോ? അതുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ അവരെങ്ങനെ അറിഞ്ഞു ഇത്? അത് ഇവൻ തന്നെ അങ്ങോട്ട് വിളിച്ചു പറയാൻ എങ്ങനെ അറിയാം? എന്നിട്ട് എന്നോട് ചോദിക്കാം ഞാൻ എന്താ പറയണ്ടത്? ഞാനല്ലേ ക്ലാസ് പറഞ്ഞു, പോയിന്ന് പറയണ്ട പോയില്ലാന്ന് പറയണ്ട, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞേ. എത്ര സുഖം അവൻ അവിടെ തന്നെ ഈ കുഴി പോയി വീഴുമായിരുന്നോ? അപ്പോ മനസ്സിലാക്കണം, ഇതൊക്കെ ശൈഖും മുരീദും ഒത്തെടുത്ത പണിയാണ്. നമുക്ക് ഓരോ ക്ലിപ്പിട്ട് ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ഇനി പറയാണ്, ഇതൊന്ന് നിഷേധിക്കൂ. നിഷേധം വരട്ടെ. പൊന്മുള ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പൊന്മുള ഉസ്താദ് പറയട്ടെ, അല്ലെങ്കിൽ പേരോട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല പേരോട് ഉസ്താദ് പറയട്ടെ. ഏയ് അയാള് 18 മുടിയൊന്നല്ല കേട്ടോ, 100 മുടിയും കൊണ്ട് ഞങ്ങളെടുത്ത് വന്നത്. മനസ്സിലായില്ലേ? മൊട്ട അടിച്ചിട്ടൊന്നല്ല വന്നത്, ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മുടിയുണ്ടെന്നേരോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാറു മുബാറക്ക് അദ്ദേഹം കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങളെടുത്ത് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. ഇതാണ് വിഷയം. ഇനി മൂപ്പര് പറയട്ടെ. പിന്നെ അതിലിടക്ക് പറഞ്ഞൊരു വിഷയം എന്തറിയോ? പൊന്മള ഉസ്താദ് ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാറു മുബാറക്കിനെ അല്ല, ഷാറു മുബാറക്കിന്റെ സനദിനെ അല്ല. ഷാറു മുബാറക്കിന്റെ പേരിൽ ചിലർ സംഘടനയുടെ നയം വിട്ട്, സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട് സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ പൊന്മള ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ പ്രസംഗിച്ചു ആ ഷാറു മുബാറക്ക് ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് തലയിൽ നിന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, അത് പറയാൻ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ചില വഴിവിട്ട പ്രസംഗങ്ങളെ ഇതുപോലെ എസ് കെ കാറ് ഒരു ഇതാ ഞങ്ങൾ ജാലിയൻവാലയിലിരുന്ന് മുടി കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞ മാതിരി തന്നെ എസ് കെ കാറ് പറഞ്ഞു, കൊണ്ടുവന്നോട്ടെ കൊണ്ടുവല്ല, നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഒരു കൂട്ടർ പോയിട്ട് അത് ഞങ്ങളിങ്ങ് വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അത് കൊണ്ടുപോയിട്ട് ആ കോഡ് വെച്ചൊരു സ്വീകരണം. ഏത് സംഘടന പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? ഏത് നേതാവ് പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? അവിടെ ഒരു സ്വീകരണം കൊടുത്തു. എന്നിട്ട് ആ സ്വീകരണം നടത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരാനയിക്കല്. എവിടത്തേക്ക് ആനയിക്കല്? എയർപോർട്ടിലേക്ക് ഒരാനയിക്കല്. ഞാനൊരു കാര്യം പറയട്ടെ, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. ഹാഫിളായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ ഹിഫ്ള് ചെയ്യുന്ന ഹാഫിള് അത് അല്ലാഹു മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനപ്പുറം ഒരാനയിക്കല് നടത്തി എയർപോർട്ടിലേക്ക്. ആനയിക്കല് വെച്ച് പിറ്റേന്ന് എസ് കെ കാരൻ പറഞ്ഞു, നിങ്ങൾ ആനയിച്ച മുടിയുണ്ടല്ലോ,
അതുപോലെ തന്നെ നിങ്ങൾ സ്വീകരണം കൊടുത്ത മുടി ഉണ്ടല്ലോ, അത് ഞങ്ങളെ സെന്റർ അടിച്ചു വരുന്ന അമ്മന്റെ മുടിയാണ്, ഞങ്ങൾ അതാ നിങ്ങൾക്ക് തിരിച്ചു തന്നത് എന്ന് പറഞ്ഞു. മറുപടി പറയാനോ ഇവരെ കിട്ടിയോ? അതാ ഞാൻ പറഞ്ഞത്, കാന്തപുരസ്ഥാനിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അതുപോലെ തന്നെ മർക്കസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, ഞങ്ങളെ സംഘടനകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അതിവിടെ SYS ഉണ്ട്, SSF ഉണ്ട്, SMA ഉണ്ട്, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, അതുപോലെ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുണ്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്, ഞങ്ങളെ സംഘടനകളുണ്ട്. അതിനപ്പുറം ഒരു പ്രൈവറ്റ് പാർട്ടിയും ഞങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കയറി വരേണ്ടതില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. എനിക്ക് കയറി വന്നാൽ പിടിച്ചു പുറത്തുകയും ചെയ്യും. ദീന് നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ സംരക്ഷണത്തിന് വരുന്നു. ഹിഫ്ദ് അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അതിനപ്പുറം ഒരു ഹാഫിളിന്റെയും ആവശ്യം ഇല്ല. അത് റോങ് ആണ് എന്നാണ് പൊന്മുള ഉസ്താദ് പറഞ്ഞത്. അതാണ് പിന്നെ സാറുബാർക്ക് റോങ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇരിക്കട്ടെ, ഇനി അടുത്തത് ഇയാൾ പറയുന്നത് എന്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു. അതൊന്ന് കേട്ടോളി. ആവശ്യം വളരെ ലളിതമായിരുന്നു. ഈ മുടി അതിന് അമിതമായ പ്രാധാന്യം നൽകാതെ അത് മാറ്റിവെക്കുക. വെള്ളം കൊടുക്കണമെങ്കിൽ റബീഉൽ അവ്വൽ മാസം മർക്കസിൽ വെള്ളം കൊടുക്കണമെങ്കിൽ വെല്ലൂരോ അതുപോലെ തന്നെ ലത്തീഫിയയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ ബർക്കത്ത് കിട്ടാൻ മർക്കസിലേക്കുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചാലേ അത് ആ ബർക്കത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ. മനസ്സിലായില്ലേ? അതായത് നമ്മളെ നേതാക്കന്മാർക്ക് പഠിപ്പിക്കണം മൂപ്പരെ. ഈ കാശ്മീരിലെ മുടീന്റെ സെനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെല്ലൂരിലെ മുടീന്റെ സെനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിനെ ഇറക്കി SK-ക്കാർ കണ്ടിട്ടുണ്ടോ? ആ മുടീന്റെ വെള്ളം കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ പറയുന്നത്? അതിന്റെ സെനത്ത് നിങ്ങൾ എടുത്തുണ്ടോ? നിങ്ങൾക്ക് സെനത്ത് മുത്തസിലായിട്ട് വലത്തോട്ട് തുപ്പാത്ത ആളുള്ള സെനത്ത് കിട്ടണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനത്തെ ഒരു സെനത്ത് ആ മുടിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? അവിടെയുണ്ട് പറയാന്. ഒരാള് വാദപ്രതിവാദത്തിന് അമ്യത്താനുണ്ടോ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു വ്യവസ്ഥ ഇതാ പോയി. ആ വ്യവസ്ഥയെ പറഞ്ഞു വേലൂരിലെ മുടീന്റെ സെനത്ത് AP ഉസ്താദിന്റെ അടുത്തുണ്ട്. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു ഇനി മേലെ അങ്ങനെ പറയാൻ പാടില്ല, കളവ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ദീൻ നടത്താൻ പറ്റില്ല, സത്യം പറഞ്ഞിട്ട് മാത്രം നടത്തുക, ഇനിങ്ങനെ പറയാൻ പാടില്ല എന്ന് അയാളോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാശ്മീരിലെ മുടിക്കും വെല്ലൂരിലെ മുടിക്കും ബർക്കത്തിന്റെ നിങ്ങൾ പറയും, അതിന് സെനത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്ത് വകയിലാണ് നിങ്ങൾ പറഞ്ഞത്? അപ്പൊ എന്തും പറയാം, മർക്കസിലെ മുടി മാത്രം പറ്റൂല. അടുത്ത തെളിവ് എന്താണെന്നറിയോ? AP ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു പോലും നമ്മളടുത്ത് ബോംബെയിലെ മുടി മാത്രമല്ലല്ലോ വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബോംബെയിലെ മുടി ശരിയല്ല എന്ന് ഉസ്താദ് സംബന്ധിച്ചു. എന്റെ തെളിവാ അത് വെച്ചു കൊടുത്താ. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അതിന് ബോംബെയിലുള്ള മുടി മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളേ. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ബോംബെയിലുള്ള മുടി ഏതായാലും കാന്തപുര ഉസ്താദും അംഗീകരിച്ചിട്ടില്ല. പിതാവ് ഒരാളോട് പറഞ്ഞു മാത്രമല്ലല്ലോ എനിക്ക് മകനുള്ളത്. അപ്പൊ എന്ത് മനസ്സിലായി? ഇങ്ങനെയാ ഓരോന്ന് മനസ്സിലാക്കല്, വല്ലാത്ത മനസ്സിലാക്കൽ തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞത് ഒരാള് ഇവിടുന്ന് ഒരു മക്കളെ കൊണ്ട് ആ മാത്രമല്ല എനിക്ക് മകൻ എന്ന് പറഞ്ഞാൽ അവൻ എന്റെ മകനല്ലാന്ന് വരുമോ? അതെന്ത് മനസ്സിലാക്കലാണ്? ഇനി അടുത്തത്, ബോംബെയിൽ എത്ര മുടിയാ ഉള്ളത്, ഹസ്രജിന്റെ എത്ര മുടിയാ ഉള്ളത് എണ്ണം പറയാൻ പറ്റുമോ? അവിടെയുള്ള മുടീന്റെ എണ്ണം പറഞ്ഞാലേ ഇവിടെയുള്ള മുടി ചാറ് പറക്കാവുള്ളൂ. അതേത് കിതാബിലാ പറഞ്ഞേ? അടുത്തെന്തറിയോ? ഒന്ന് വെച്ചു കൊടുക്കുക. കളവാണ് ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ തെളിയിക്കാൻ ഒരുങ്ങി. കളവാണ് അല്ലെങ്കിൽ നീ പറയുന്നത് സത്യത്തിന് വിരുദ്ധമാണ് എന്നൊന്നും ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അവർക്ക് പറയാൻ സാധ്യമല്ല. അത്രയും ശക്തമായ തെളിവുകളാണ് ഇത് വ്യാജമാണെന്നുള്ള വിഷയത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് തിരുത്താനുള്ള ഒരു നടപടിയും അവർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ചെയ്യാത്തത് കൊണ്ട് എളിയവനായ ഈ വിനീതനായ സാധുവായ ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിൽ തുറന്നു പറയേണ്ടി വന്നു. അപ്പൊ കളവാണ് നമ്മളാരും പറയാത്തത് കൊണ്ടാണ് ഇയാൾ പൊതുസമൂഹത്തിൽ തുറക്കുക എന്ന് പറയാൻ തുടങ്ങി. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവനും കളവാണ്, ഇനി നിർത്തിക്കോ. അത് പറയാത്തതല്ലേ പ്രശ്നം. അത് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ കളവാണ്. നിങ്ങൾ ഞാനുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിയപ്പോ നീ ഇതേ വാക്കാ പറയുന്നെങ്കിൽ സലാം ചെല്ലാണ്ട് പിരിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സലാം ചെല്ലാണ്ട് പിരിയണം നീ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ? കാരണം നീ നന്നായി വരണമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും അധ്വാനിച്ചതും നിന്നെ അകറ്റാതിരുന്നതും. നിന്റെ ആഹാരം രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അതും ചതിക്കല്ലേ ചെയ്തത്?
ഇനി അടുത്തത് കാന്തപുര ഉസ്താദ് ഇന്നും പറയുന്നു ഷെയർ മുബാറക്ക് കത്തുകയില്ല, പക്ഷേ കത്തിക്കാൻ പാടില്ല. പക്ഷേ ഈ മുടി കച്ചവടക്കാരനായ ജാലിയവാല എനിക്ക് തന്ന കൈമാറിയ മുടികളിൽ ചില മുടികൾ ഞാൻ കത്തിച്ചു നോക്കിയപ്പോൾ എന്റെ കയ്യിൽ തീ ആളിക്കത്തുന്ന വിധത്തിൽ ആ മുടിയെ തീ വീഴുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാക്ഷിയായി. നിങ്ങൾക്ക് മുടി തന്നിട്ടില്ല എന്ന് ജാലിയവാല പറയുന്നു, മകൻ പറയുന്നു. പിന്നെ ഏതാ കത്തിച്ചു നോക്കിയത്? സ്വന്തം മുടിയോ? മുടി ആളിക്കത്തുവോ? ചില മുടി കത്തിച്ചിട്ട് ആളിക്കത്തി. ഇനി അടുത്തത് ഇയാൾ പറയുന്നത് നമ്മളെ സംഘടനയുടെ കാഴ്ചപ്പാട്. സംഘടനയുടെ കാഴ്ചപ്പാട് ഒരു ഇവനാരെ ഏൽപ്പിച്ച് നമ്മുടെ സംഘടനാ നേതൃത്വത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദ് അവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടിതമായിട്ടോ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടന ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. കേട്ടോ, സംഘടന ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഓരോ റബീഉൽ അവ്വലും ലക്ഷങ്ങൾ വന്ന് അവിടുന്ന് മുടിയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനും പോയിട്ടുണ്ട് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ. അടുത്ത റബീഉൽ അവ്വലിൽ ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ പോവും. നേരത്തെ പൊന്മോൾ ഉസ്താദ് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതേ സമയത്ത് നിരീശ്വരവാദികളും നിർമ്മതവാദികളൊക്കെ റോട്ടും മലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് നിന്ദിച്ച് ബോഡി വേസ്റ്റ് ആണെന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ എസ്കക്കാരുണ്ടാക്കിയപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, തെളിവൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് ഇങ്ങനെ കെട്ടിവലിച്ച് ഈ വിഷയവും പറഞ്ഞിങ്ങനെ റോട്ടും മലി മുഴുവനും ശബ്ദമുഖരിതമാക്കേണ്ടതില്ല എന്നാ സംഘടന തീരുമാനിച്ചു. അല്ലാതെ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാനല്ല തീരുമാനിച്ചത്. പിന്നൊരു കാര്യം പറയട്ടെ, ഇയാൾ പറയുന്നത് അങ്ങനെ മനസ്സിലായതുകൊണ്ട്, കാര്യം മനസ്സിലായതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ ഇസ്തിഹാസന്റെ ചർച്ചയൊക്കെ പണ്ടങ്ങാൻ നിർത്തേണ്ടതല്ലേ? ഇസ്തിഹാസന്റെ ചർച്ചയെ സംബന്ധിച്ച് നിരീശ്വരവാദികൾ ബന്ധപ്പെട്ടിട്ട് അതിനെപ്പറ്റി വല്ലതും പറയുന്നുണ്ട് ഇവിടെ? മറ്റ് മതക്കാർ ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇവിടെ ഇസ്തിഹാസന്റെ വിഷയം? ഇസ്തിഹാസം മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു വിഷയമായിട്ടല്ലാതെ അതിൽ വേറെ ഏതെങ്കിലും നിരീശ്വരവാദി പങ്കെടുത്തിട്ട് നിന്ദിച്ച് സംസാരിച്ച വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇസ്തിഹാസ പോലെയല്ല ഇത്. ഇത് മറ്റ് സമുദായങ്ങളിലുള്ളവരും കൂടി വീക്ഷിക്കുകയും ഒരു ദൈവവിശ്വാസം പോലും ഇല്ലാത്തവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെ നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച റോട്ടും വലിട്ടെരിയും ഇങ്ങനെ നടത്തരുത് എന്നാ സംഘടന തീരുമാനിച്ച്. പിന്നെ ഒരു കാര്യം പറയട്ടെ, സംഘടന കാഴ്ചപ്പാടുണ്ട്. സംഘടനയുടെ കാഴ്ചപ്പാട് പറയാൻ ഇയാളാരാ? കുറെ ആളുകളുണ്ട് സംഘടനയുടെ കാഴ്ചപ്പാട് പറയാൻ, പുറത്തു നിന്ന് കയറി വരുന്നവർ. അങ്ങനത്തെ ഒരൊറ്റ ഒന്ന് ഇനി മേലിൽ സംഘടനയുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല, അതിന് പ്രഖ്യാപിക്കാൻ പാടില്ല. പ്രഖ്യാപിച്ചാൽ ഓരോരുത്തർക്കും ഇതേ ഗതികേട് തന്നെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. സംഘടനയുടെ കാര്യം സംഘടനാ നേതാക്കൾ പറഞ്ഞോളൂ. പിന്നെ മൂപ്പര് പറയാണ് 40 ആളുകൾ 40 മുസാവറയുടെ മുന്നിൽ പോയിട്ട് ഇത് മൂപ്പർക്കൊന്ന് അവതരിപ്പിക്കണം പോലും. ആരാ ഇത് കുത്തുബ്? ഈ വിഷയ സംബന്ധമായിട്ട് എല്ലാവരോടും ജിഷായുമായി സംസാരിക്കരുത് എന്ന് പറയുന്നത് അതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഹക്ക് ഉണ്ടെങ്കിൽ ആരുമായി സംസാരിച്ചൂടെ? അതിന് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹക്കും ബാത്തിലും കളിച്ചാൽ കാന്തപുര ഉസ്താദിനെ തന്നെ അറിയാം, ബാത്തിൽ വിജയിക്കില്ല. ഹക്ക് ഉണ്ടെങ്കിൽ ആരുമായിട്ട് സംസാരിക്കാം. ഹക്ക് എന്ന് പറഞ്ഞാൽ തൊട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞ സംസാരിക്കണം. അതാ ഞാൻ ഇതുവരെ സമർത്ഥിച്ച് ഓരോന്നോരോന്ന് കാണിച്ചു തന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നീ പറയുന്ന മുഴുവൻ കളവും പണ്ഡിതന്മാർ അംഗീകരിക്കണമെന്നാ അതിന്റെ അർത്ഥം? ഖുർആന്റെ ആയത്തിൽ തോന്നിയാസം പറയാ. പിന്നെന്തറിയോ, അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ 40 ആളോട് സംസാരിക്കാൻ വരുന്ന മൂപ്പര്. 40 ആള് വേണ്ട, നിങ്ങൾ ഈ ഇറക്കിയ സീഡിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഓരോന്നോരോന്ന് ഗണ്ണിച്ചു കഴിഞ്ഞു. ഷെർവാറക്കിനെതിരായി ഒരു തെളിവും ഇപ്പറഞ്ഞ ഒന്നിലും നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചില ചെറുപ്പക്കാരെ പറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞ് പലരെയും വലയെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പലരെയും ചതിക്കാനും ശ്രമിച്ചു, പലരെയും കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ പല പരിശ്രമങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന്റെ കെണിയിലും കുടുക്കിലും ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയവർ ഇളം തലമുറയിലോ അല്ലാത്ത തലമുറയിലോ ഉണ്ടെങ്കിൽ അള്ളാഹു അവരുടെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കട്ടെ. ഈ വിഷയ സംബന്ധമായി നൗഷാദ് ഹസനെ എന്നെ വിളിച്ചു. നൗഷാദ് ഹസൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇഷാനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. വഹാബ് സഖാഫി ചോദിച്ചു അതേ ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞു, ഞാനും കേട്ടു ഉസ്താദെ,
എന്താണ് അവസ്ഥ? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാദിക്കൽ പോയിട്ടാണ് ഈ വിഷയം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും ഒന്ന് മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കുമ്പോ സംഘടന പറയുന്ന മറുപടി കൊടുക്കണ്ടെന്നാണ്. അപ്പൊ ഞാനൊന്നും മനസ്സിലൊന്ന് ചിരിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ, ഈ മുടികൾ 6 മുടി നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയല്ല, എനിക്ക് 18 മുടികളാണ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ നൗഷാദ് ഹസനി അതാ വീണ് കിടക്കുന്നു ധരണിയിൽ. നൗഷാദ് ഹസനി ഉസ്താദ് ആകെ ബോധം കെട്ട ഒരു അവസ്ഥയിലെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറഞ്ഞു തരണം, എനിക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഉസ്താദെ, നിങ്ങൾ 2 വർഷം മുമ്പ് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, ഏതായാലും വളരെ വൈകി, എന്നാ ഇപ്പോഴെങ്കിലും നമുക്ക് കളാവ് കിട്ടാം. അപ്പം പ്രശ്നം, ഉസ്താദിന്റെ പ്രശ്നം, വണ്ടിയിലാണെങ്കിൽ രാമന്തല്ലി മുഹമ്മദ് രാമന്തല്ലി സാഹിബ് ഉണ്ടാവും. അപ്പൊ രാമന്തല്ലി കേട്ട് കഴിഞ്ഞാൽ, രാമന്തല്ലി ഷാരൂഖ് മുബാറക്കിനെ എതിർക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാല് പിന്നെ രാമന്തല്ലി എന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും എന്നും പറഞ്ഞു. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയും കുടുംബക്കാരും ഉണ്ടാവും, സ്ഥാപനത്തിലാണെങ്കിൽ കുട്ടികളുണ്ടാവും. ഇത് സംസാരിക്കാൻ ഒരിടയില്ലാത്ത അവസ്ഥയിൽ ചുരുക്കി പറയട്ടെ മാന്യ സഹോദരന്മാരെ, നൗഷാദ് ഹസനി എന്നെ ഒരു ദിവസം രാത്രി 11 മണി, ഏകദേശം 11:15 ഇന്ത്യൻ സമയം വിളിച്ചു. എന്നോട് പറഞ്ഞു, എന്റെ വീട്ടുമുറ്റത്ത് കാറിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഡോറൊക്കെ നന്നായിട്ട് ബന്ദ് ചെയ്തിട്ടുണ്ട്, ജിഷാനെ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ നീ ഒന്ന് പറയൂ എന്ന് ചോദിച്ചു. അപ്പോ അൽഹംദുലില്ലാ ഏകദേശം 4.5 മണിക്കൂർ ഫോണിലൂടെ ഞാൻ തുടക്കം മുതൽ ചുരുങ്ങിയ രൂപത്തിൽ, 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ്. ഇപ്പം തന്നെ ഞാൻ പല ഭാഗങ്ങളും വിട്ടിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. കാരണം മുഴുവൻ പറയാൻ നിന്നാല് ഒരു 5-6 ദിവസത്തെ സപ്തദിന ഉസ്താദ് പേരോട് ഉസ്താദ് കുറ്റ്യാടിയിൽ സപ്തദിന പ്രഭാഷണം നടത്തുന്നത് പോലെ ഞാൻ ഈ വിഷയത്തിൽ സപ്തദിന പ്രഭാഷണം നടത്തേണ്ടിയിരിക്കും, പിന്നെ വേണ്ടി വരും. പറഞ്ഞ എന്നെ കളവാ, കുറ്റ്യാടിയിൽ സപ്തദിനം നടത്തലുണ്ടോ? അത് നാദാവർത്ത നടത്തല്. ഇത് കടുത്ത നമീമത്തുമായി വലാ തുതീകുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മസ്സാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിം ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു സംഗതിയാണ്, നിങ്ങൾ ഇതാ ആവർത്തിച്ച് സത്യം ചെയ്ത് ആണയിട്ട് ഞാൻ പറയുന്നത് സത്യമാണ്, സത്യമാണ്, എൻ്റെ അടുക്കൽ തെളിവുണ്ട് എന്നിങ്ങനെ പറയുന്ന നിന്ദ്യരായ ചില ആളുകളുണ്ട്. അവരുടെ സത്യം കേട്ടും ആണയിട്ട് പറയല് കേട്ടും നിങ്ങൾ അനുസരിച്ചു പോകരുത്. അവരുടെ സ്വഭാവം എന്താണ്? മറ്റുള്ളവരെ കുത്തിപ്പറയലും മറ്റുള്ളവരെ കുറ്റം പറയലും അതിന്റെ പുറമെ ഏഷണി പറഞ്ഞ് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കലും. പൊന്മൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ ഹസനി ഇങ്ങനെ പറഞ്ഞു, സഖാഫി ഇങ്ങനെ പറഞ്ഞു, പേരോട് ഇങ്ങനെ പറഞ്ഞു, അസ്ഹരി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് പരസ്പരം തെറ്റിക്കുന്ന നമീമത്തുമായി നടക്കുന്ന കക്ഷികൾ, അവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, അംഗീകരിച്ചു പോകരുത്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ഖൈറായ കാര്യങ്ങളെ തടയുന്നവരാണ് അവർ. മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വളർന്ന സാധുക്കളായ എന്നെ പോലുള്ള എത്രയോ പ്രവർത്തകന്മാർ നടത്തുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നടത്തുന്ന സഖാഫികളെയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നിറങ്ങുന്ന ബിരുദധാരികളും അല്ലാത്തവരുമായ പണ്ഡിതന്മാരെയും നേതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാനും എന്നിട്ട് ഖൈറായ പ്രവർത്തനത്തിന് വരുന്ന കക്ഷികൾ, അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക് മുക്കിയ വെള്ളം കുടിക്കലാണെങ്കിലും ശരി, അതൊക്കെയും ഖൈറാണ്. ആ ഖൈറായ കാര്യങ്ങളെ തടയാൻ വേണ്ടി വരുന്ന മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ഖൈറായ കാര്യങ്ങളെ തടയാൻ വരുന്ന ഇത്തരം നമീമത്തുകാർ, ഏഷണിക്കാർ, അവര് സർവ അതിർവരമ്പുകളും വിട്ടുകടന്നിരിക്കുകയാണ്. ഒരു വിവരവുമില്ലാത്തവൻ, അറബി ഭാഷയിൽ വായിക്കാൻ അറിയാത്തത് കൊണ്ട് മലയാളത്തിൽ അറബി എഴുതിയിട്ട് വായിച്ചു പഠിച്ച ഇൽമും കൊണ്ട് അതാ 40 ആലിമീങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നവൻ അസീം, നല്ല സ്നേഹത്തോടെ വിളിച്ചുപദേശിക്കാൻ വേണ്ടി, നസീഹത്ത്
ഉദ്ദേശിച്ച് വിളിച്ച ഉപദേശം പോലും ചോർത്തിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന വൈദത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും. വൈദത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചന നടത്തും. വൈദാ ബഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കും. പുറത്ത് പറയൂല എന്ന് പറഞ്ഞാൽ പുറത്ത് പറയും, അതേ പിടിക്കൂല എന്ന് പറഞ്ഞാൽ പിടിക്കും. പരസ്പരം തെറ്റിയാൽ തോന്നിവാസം പറയും, ഏത് തോന്നിവാസവും പറയും, ഏത് കള്ളസാക്ഷിയും പറയും. ഈ വിധത്തിൽ കപട വിശ്വാസികൾക്ക് പറഞ്ഞ സർവലക്ഷണങ്ങളും ഒത്തിണങ്ങിയ നിലക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ചതിയന്മാരുണ്ടെങ്കിൽ, ഏഷണിക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകരുതേ, അവരെ വാക്ക് സ്വീകരിച്ചു പോകരുതേ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വാക്ക് ഓർമ്മപ്പെടുത്തി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. എത്ര സ്വകാര്യത്തിൽ സംസാരിച്ചാലും, എത്ര പരസ്യമായി സംസാരിച്ചാലും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവര് സംസാരിക്കുമ്പോ ആശയപരമായി ഒരു തെറ്റും അതിൽ സംഭവിക്കൂല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്റെ 4.5 മണിക്കൂർ ഞാൻ സ്വകാര്യം നടത്തിയ സംഭാഷണം പിടിച്ചു കൊണ്ടുപോയി ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റബ്ബിന്റെ മലക്കുകൾ അത് റെക്കോർഡാക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചവനായതിനാൽ എന്റെ ആ സംസാരത്തിൽ സുന്നത്ത് ജമാഅത്തിനെതിരായോ, ശഅറ് മുബാറക്കിനെതിരായോ, കാന്തപുരം ഉസ്താദിനെതിരായോ, നമ്മുടെ പണ്ഡിതന്മാർക്കെതിരായോ, സംഘടനക്കെതിരായോ ഒരൊറ്റ വാചകം എന്റെ നാവിൽ നിന്ന് വീണത് ഒരു മനുഷ്യനും കാണിക്കാൻ സാധ്യമല്ല. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതേ സമയത്ത് എന്നെ തെറ്റിദ്ധരിച്ചു പോയ ചില ചെറുപ്പക്കാരുണ്ട്, അതുപോലെ തന്നെ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്. മഹാനായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ചെറുപ്പക്കാരനോട് ഫിത്ന പറഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്. അവരുടെ നയവും നീക്കവും ശരിയല്ലാത്തതിനാൽ അവരെ കൂടെ നീ കൂടണ്ട, കൂടിയാൽ നിന്നെ അവർ വഞ്ചിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അവരെയും നന്നാക്കി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉണർത്തുകയാണ്, അത്തരത്തിലുള്ള ചില വാചകങ്ങൾ, എന്തെങ്കിലും വാചകത്തിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളല്ലാതെ ആശയപരമായി എന്റെ സ്വകാര്യ സംഭാഷണത്തിൽ സുന്നത്ത് ജമാഅത്തിനെതിരായ ഒരൊറ്റ വാചകം തെളിയിക്കാൻ ഒരു മോനും സാധ്യമല്ല. കാരണം സൂറത്ത് ഖാഫ് ഓതി പഠിച്ചവനാണ് ഞാൻ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അല്ലാഹ് പറഞ്ഞത് നമ്മളാണ് നിശ്ചയം മനുഷ്യനെ സൃഷ്ടിച്ചത്, അവനവന്റെ മനസ്സിൽ മന്ത്രിക്കുന്നത് നമുക്ക് നന്നായി അറിയാം. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാളത്തെക്കാൾ മനുഷ്യരുമായി അടുത്തവരാണ് നമ്മൾ. അല്ലാഹു അറിയാത്തതൊന്നുമില്ല. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഇടത്തും വലത്തും ഇരുന്നു കൊണ്ടതാ മലക്കുകൾ പറയുന്ന വാചകങ്ങളെല്ലാം ഏറ്റെടുത്ത് എഴുതി വെക്കുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് വാചകം ഉച്ചരിക്കുന്നുണ്ടോ, അത് സ്വകാര്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അതാ പടച്ച റബ്ബ് നിരീക്ഷണത്തിന് വെച്ച ഹാഫിളായ, ഹാജരാകാൻ വെച്ച അതീതായ അതാ മലക്ക് റിക്കാർഡാക്കുന്നുണ്ട്. അത് ഓർമ്മിച്ചിട്ടല്ലാതെ 35 കൊല്ലത്തെ സംഘടനാ ജീവിതത്തിലെടുക്കും, 35 കൊല്ലത്തെ സ്വകാര്യത്തിലും പരസ്യമായുമുള്ള സംസാരത്തിലും എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പക്ഷേ CD ഇറക്കുന്ന എസ്കക്കാരാ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, CD പിടിച്ചു കൊടുത്തവര് അതാ ശ്രദ്ധിച്ചോളണം. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വഞ്ചിച്ച് CD പിടിപ്പിച്ച് എസ്കക്കാർക്ക് കൈമാറിയവരും ശ്രദ്ധിച്ചോളണം. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തിന്റെ വെപ്രാളം എന്നൊരു വിഷയം വരാനുണ്ട്. അത്
ഹക്കായ ഒരു കാര്യമാണ്. അപ്പോഴാണ് നിങ്ങൾ പേടിച്ചോടുന്ന മുഴുവൻ വിഷയങ്ങളിലും നിങ്ങൾ പോയി വീഴുന്നൊരു സമയമാണത്. വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്. പിന്നീട് ഒരു രാജാവിന്റെ കോടതിയിൽ എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി സൂറന്ന കാഹളത്തിൽ ഒരു ഊത്തുണ്ട്. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസത്തിൽ അവിടെ ഒരു നൃത്തമുണ്ട്. വജാഅത് കുല്ലു നഫ്സിൻ മഹാ സായിഖുൻ വശഹീദ്. എല്ലാ ശരീരവും അവിടെ എത്തിച്ചേരുകയാണ്. കുത്തെളിച്ച് കൊണ്ടുപോകാൻ അവിടെ മലക്കുണ്ട്. പറഞ്ഞ വാചകങ്ങളും ചെയ്ത വാചകങ്ങൾക്കും സംസാരിക്കാൻ കയ്യുണ്ട്. കാലുകൾ സദാ സാക്ഷി പറയാനുണ്ട്. ആ സമയത്താണ് സത്യനിഷേധികൾക്ക് പറയപ്പെടുന്നത് ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇങ്ങനെ ഒരു രംഗം വരുന്നതിൽ നീ അശ്രദ്ധനായിരുന്നു അല്ലേ? ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇപ്പോ നിന്റെ എല്ലാ മൂടികളും പറിച്ചു കീറിയില്ലേ? നീ രണ്ട് മുഖവുമായി പലരെയും പോയി കണ്ടിട്ടില്ലേ? തജിദൂന ശർറന്നാസി യൗമൽ ഖിയാമത്തി ദൽ വജ്ഹൈനി അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വയഅതി ഹൗലാഇ ബിവജ്ഹിൻ. ഖിയാമത്ത് നാളിൽ ഏറ്റവും നാശം പിടിച്ചവൻ ഇരുമുഖക്കാരനാണ്. ഒരാളെടുക്കൽ ഒരു മുഖവും കൊണ്ട് ചെല്ലുന്നു, വേറൊരാളെടുക്കൽ വേറൊരു മുഖവും കൊണ്ട് ചെല്ലുന്നു. എന്നിട്ട് ഏഷണിയും പറഞ്ഞ് മുസ്ലിമീങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നു. ഇത്തരത്തിലുള്ള മുഴുവൻ കക്ഷികളുടെയും മൂടികൾ വലിച്ചെറിയുന്നൊരു ദിവസമാണത്. ഫബസറുകൽ യൗമ ഹദീദ്. അന്നൊരു കണ്ണിനും മനസ്സിലാകാത്തതില്ല, അന്നൊരു ബോധവും ഉദിക്കാത്തതില്ല. ആ ദിവസമാണ് ഏറ്റവും പ്രശ്നമുള്ള ദിവസം. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. ഇതെല്ലാം എൻ്റെ മുമ്പിൽ നടന്ന വിഷയമാണെന്ന് എല്ലാം മലക്കതാ അവിടെ സാക്ഷി പറഞ്ഞു പോയി. അപ്പോഴാണ് നരകത്തിൽ കിടക്കുന്ന കക്ഷികളെ സംബന്ധിച്ച് അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. ജഹന്നമിലേക്ക് അങ്ങ് പിടിച്ചിട്ടോ എല്ലാ നന്ദികെട്ടവനെയും പിടിച്ചിട്ടോ, സത്യത്തോട് മത്സരിച്ചവനെ പിടിച്ചിട്ടോ, മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. ഖൈർ തടയാൻ വേണ്ടി പ്രവർത്തിച്ചവനെ പിടിച്ചിട്ടോ, അക്രമിയായവനെ പിടിച്ച് നരകത്തിലിട്ടോ, സംശയിച്ച് നടന്നവനെ പിടിച്ച് നരകത്തിലിട്ടോ എന്നിങ്ങനെ പറയുന്നൊരു സമയമുണ്ട്. ആ സമയം ഓർക്കാതെ എസ്കെക്കാരൻ ഉണ്ടാക്കുന്ന ഇത്തരം ഫിത്നകളിലും അവന്റെ വലയിൽ കുടുങ്ങിയ ഇത്തരത്തിലുള്ള കക്ഷികളെ ഫിത്നകളിലും ഒരൊറ്റ മുസ്ലിമും പെട്ടുപോയിട്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് കൈകടിക്കണ്ട. ഇത് മാത്രമേ പറയാനുള്ളൂ. അത്തരത്തിൽ ആരെങ്കിലും നല്ലതാ തെറ്റായ പ്രവർത്തനം ചെയ്തെങ്കിൽ ആ പ്രവർത്തിച്ചവർക്ക് വേണ്ടി ആരും വാദിക്കുകയും വേണ്ട. അങ്ങനെ വാദിക്കുന്നവനും രക്ഷപ്പെടൂല. അതേ ലാത്ത കുല്ലിൽ ഖായിനീന ഖസീമാ. വഞ്ചന നടത്തുന്നവൻ അനുകൂലമായി ആരും ഇവിടെ സംസാരിക്കേണ്ടതില്ല. വഞ്ചന നടത്തുന്ന വ്യക്തികളെ അനുകൂലിച്ചു കൊണ്ടൊരാളും സംസാരിക്കേണ്ടതില്ല. സംസാരിക്കുന്നവനെ അല്ലാഹു തആല ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നതുമല്ല. ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഓ മുസ്ലിമീങ്ങളെ, എസ്കെക്കാരും അതുപോലെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം ഖുർആൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മസലുൽ ഫരീഖൈനി കൽ അഅ്മാ വൽ അസമ്മി വൽ ബസീരി വസ്സമീ ഹൽ യസ്തവിയാനി മസലാ അഫലാ തദക്കറൂൻ. രണ്ട് പാർട്ടികൾ തുല്യമാണോ? ആ രണ്ട് പാർട്ടികളുടെ ഉദാഹരണം, ഒരു പാർട്ടി അന്ധതയുള്ളവരാണ്, കേൾക്കേണ്ടത് കേൾക്കാത്തവരാണ്. അതേ, അതിങ്ങനെ ഒരു കക്ഷിയാണ്. മറ്റേ കക്ഷിയോ നല്ല ബോധമുള്ളവരാണ്, കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്നവരാണ്. ഹൽ യസ്തവിയാനി മസലാ. രണ്ട് കക്ഷിയും തുല്യമാകുമോ? അഫലാ തദക്കറൂൻ. നിങ്ങൾ ഉത്ബുദ്ധരാകുന്നില്ലേ?
ഖുർആനിന്റെ ഈ ചോദ്യം ഞാൻ സമൂഹത്തിന്റെ മുന്നിലിടുന്നു. ഞങ്ങളുടെ പണ്ഡിത സംഘടനയും പോഷക ഘടകങ്ങളും അത് മുഴുവനും ബസീറത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്, ബോധത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സംഘടന പോലെയല്ല ശുദ്ധമായ കളവുകൾ മാത്രം പറഞ്ഞ് പ്രവർത്തിക്കുന്ന മറുകക്ഷി എന്നതുകൊണ്ട് തന്നെ തെളിവില്ലാത്തതല്ല പ്രശ്നം, തെളിവൊന്നും തന്നെ അവർ ചെവിക്കൊള്ളുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ തെളിവ് സ്വീകരിക്കാത്തവരെ കുറിച്ച്, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈറിൽ ഹഖ്, സത്യം കൂടെയില്ലാതെ അവകാശമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് നമ്മുടെ തെളിവുകൾ കണ്ടെത്താൻ സാധ്യമല്ല. സർവ തെളിവും അവര് കണ്ടാൽ തന്നെ അവര് വിശ്വസിക്കൂല. സന്മാർഗം അവര് കണ്ടാലും അവരത് അംഗീകരിക്കൂല, അത് ആ വഴിയിൽ അവര് വരൂല. പിഴച്ച വഴി കണ്ടാൽ അത് മാർഗമായി അവര് സ്വീകരിക്കും. അതവരുടെ സ്വഭാവമാണ്. നമ്മുടെ തെളിവുകൾ കൊണ്ട് അവർ കളവാക്കിയതാണ് അത് സംഭവിക്കാൻ കാരണം. അവരതിൽ നിന്നൊക്കെ അശ്രദ്ധരായി മാറിപ്പോയി. വല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകൾ കൊണ്ട് കളവാക്കുന്നവർ വലിഖാഇൽ ആഖിറ, ആഖിറമുണ്ടെന്ന ബോധമില്ലാതെ ജീവിക്കുന്നവർ ഹബിതത് അഅമാലുഹും, അവരുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലാതെ നൽകപ്പെടുമോ? അതുകൊണ്ട് അല്ലാഹനെ ഭയപ്പെടാതെയുള്ള പ്രവർത്തനം നിർത്തണേ സ്കക്കാരാ. പടച്ചവൻ കാണുന്നു എന്ന ബോധമില്ലാതെ നടത്തുന്ന വഞ്ചന നിർത്തണേ ചെറുപ്പക്കാരാ. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. ജനങ്ങൾ അറിയുന്നതിന് വലിയ പേടിയുണ്ട്, അല്ലാഹ് അറിയുന്നതിന് പേടിയില്ല. അങ്ങനെ സംസാരിക്കുന്നവരില്ലേ, അല്ലാഹ് അവരുടെ കൂടെയില്ലേ. ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ, നേതാക്കന്മാരെ പറ്റി അതുപോലെ ഷഹർ മുബാറക്കിനെ പറ്റി അതാ നേതാക്കളെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്ത, സംഘടനാ പ്രവർത്തകരുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്ത സംഗതി അല്ലാഹ് കേൾക്കുന്നു എന്ന ബോധമില്ലാതെ സംസാരിച്ചവരില്ലേ. അല്ലാഹു തആല സർവ്വ വിഷയങ്ങളും അറിയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരാളും തെറ്റിപ്പോകണ്ട. നേതാക്കളും പിഴക്കരുത്, അതുപോലെ അനുയായികളും പിഴക്കരുത്. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യക്സിബ് ഖതീഅതൻ ഔ ഇസ്മൻ ثم يرمي به بريئا فقد احتمل بهتانا وإثما مبينا. സ്വന്തം തെറ്റ് ചെയ്തിട്ട് അത് നിരപരാധികളുടെ പേരിൽ ആരോപിക്കുന്ന കക്ഷികൾ അവരേറ്റവും വലിയ കരിനുണയാണ്. അവർ വഹിച്ചിട്ടുള്ളത് ഏറ്റവും വ്യക്തമായ തെറ്റാണ് പേറിയിട്ടുള്ളത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്തും ഫദ്ലും ഓ നബിയേ തങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലഹമ്മ ത്വായിഫത്തും മിൻഹും അൻ യുദില്ലൂ, തങ്ങളെ തന്നെ പറഞ്ഞ് പിഴപ്പിക്കാൻ പോലും അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ തങ്ങളെ പിഴപ്പിക്കാൻ കഴിയൂല. അവരവരുടെ ശരീരത്തെ അല്ലാതെ അവർ പിഴപ്പിക്കുന്നില്ല. തങ്ങൾക്കൊരു പ്രശ്നവും വരൂല നബിയേ. ആ നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് ഇഖ്ലാസ്
മനസ്സോടെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ താജുൽ ഉലമക്കും ഖമറുൽ ഉലമക്കും അവരെ പിന്തുടരുന്ന പ്രവർത്തകരായ ഞങ്ങൾക്കും ഒരു ചുക്കും ചെയ്യാൻ ഇവിടെ ഒരു ശത്രുവിനും സാധ്യമല്ല. ഇക്കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, ഹഖ് ഹഖായി മനസ്സിലാക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദവും ഒരു 40 കൊല്ലത്തോളം കേട്ടിട്ടില്ലാത്ത കുറ്റ്യാടി എന്ന പ്രദേശത്ത് ഓല ഷെഡ് കെട്ടിത്തുടങ്ങിയ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം അത് ശമ്പളം പറ്റാൻ വേണ്ടി തുടങ്ങിയതല്ല. അവിടെ വഅദ് പറഞ്ഞ് കേശ് വാങ്ങാൻ വേണ്ടി വഅദ് പറഞ്ഞതുമല്ല. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മറിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ സ്ഥാപനത്തിന് സിറാജുൽ ഹുദക്ക് അല്ലാഹു തആല വലിയ ബറക്കത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പൂനൂറിൽ വന്നപ്പോഴും എവിടെ ചെന്നാലും ധാരാളം ആളുകൾ നേർച്ചകളും സദഖകളും തന്നിട്ടുണ്ട്. അല്ലാഹു ആ നേർച്ചകൾക്കെല്ലാം മഹത്തായ ഫലം നൽകുമാറാകട്ടെ. കുമ്മോളി ഉസ്താദ് പറഞ്ഞു, ഫിലിപ്പൈനിക്കാരിയായ ഒരു പെണ്ണ് ഖത്തറിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷെ അവളുടെ അമ്മക്ക് ക്രിസ്ത്യാനിയാണ്. അമ്മക്ക് ക്യാൻസർ രോഗമായി പോയി. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു ഇസ്ലാമിൽ പോയതുകൊണ്ടാണ് അമ്മക്ക് അങ്ങനെ സംഭവിച്ചത്. ഇസ്ലാമിൽ പോയതുകൊണ്ടാണ് അമ്മക്ക് സംഭവിച്ചത്. ഖത്തറിലൊരു പ്രവർത്തകൻ പറഞ്ഞു കൊടുത്ത് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി അങ്ങ് മാറിപ്പോകും. അങ്ങനെ ഫിലിപ്പൈനി പെണ്ണ് നേർച്ചയാക്കി, അമ്മയുടെ ക്യാൻസർ രോഗം മാറിപ്പോയി. ഇവിടെ പേരോട് ഉസ്താദ് സത്യസന്ധനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ ചെറുപ്പക്കാരൻ അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ, തൗബ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കട്ടെ. നമുക്ക് ശഫഖത്തില്ലാതിരിക്കാൻ പറ്റൂല. എല്ലാവരും നമ്മളെ ചീത്ത പറഞ്ഞവരോടും നമ്മളെ കുറ്റം പറഞ്ഞവരോടും കല്ലെറിഞ്ഞവരോടൊക്കെ ശഫഖത്ത് വേണം. അവരൊക്കെ രക്ഷപ്പെടണമെന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോടും വ്യക്തിപരമായി എനിക്കൊന്നുമില്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് സുന്നത്ത് ജമാഅത്ത് പറയാനും പ്രവർത്തിക്കാനും ലോകത്ത് തുല്യതയില്ലാത്ത സംഘടനയാണ് താജുൽ ഉലമ പ്രസിഡന്റും ഖമറുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഒരു സെനദ് വ്യാജമായി ഉണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞ് ഈ സംഘടന തകർക്കാൻ, ഈ പ്രസ്ഥാനം തകർക്കാൻ കാച്ചകെട്ടി ഇറങ്ങിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഓരോന്നോരോന്ന് കേൾപ്പിച്ച് ഓരോറ്റ തെളിവും അവന്റെ കൈവശത്തിലില്ലെന്നും അവൻ പറഞ്ഞതിനൊന്നും ഒരു തെളിവും അവന്റെ കൈവശത്തിലില്ലെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് പരമാവധി പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ CD-യിൽ അയാളുടെ പേരുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല. അദ്ദേഹം കേൾപ്പിക്കുന്ന CD-യിൽ വേറെ ചിലരുടെ പേരുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ആരുടെയും പേര് പറയൽ എൻ്റെ ലക്ഷ്യം അല്ല, വിഷയം പറയൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതേ ചെറുപ്പക്കാരൻ തന്നെ ആഫ്രിക്കയിലോ മറ്റോ ഉള്ള ഒരാൾ, അമേരിക്കയിലുള്ള ഒരാൾ നേർച്ച ചെയ്തിട്ട് വലിയ ഫലം കിട്ടിയതായി എന്നോട് പറയുകയും നേർച്ച സംഖ്യ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലയത്തിൽ കുടുങ്ങി, SKയുടെ വലയത്തിൽ കുടുങ്ങി ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഈ SKയുടെ വലയിൽ കുടുങ്ങി നിങ്ങളാരും നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത്, നിങ്ങൾ ആലിമീങ്ങളെ ഗീബത്ത് പറയരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത്, നിങ്ങളെ ഈമാൻ നിങ്ങൾ ഊരിക്കളയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചെറുപ്പക്കാരനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കുമാറാകട്ടെ. അതുപോലെ SKയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്ത് നന്നാക്കുമാറാകട്ടെ. നന്നാകല്ലേ വേണ്ടത്, വെറുക്കാണെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ചെണ്ടയും മുട്ടിയിട്ട് SKക്കാരൻ വരും, അതിനോട് തുടർന്ന് പിന്നെ മുജാഹിദ് വരും. കാരണം SKക്കാരൻ പറഞ്ഞാൽ പിന്നെ മുജാഹിദ് വരും, പിന്നെ ജമാഅത്തുകാരൻ വരും. എന്നിട്ട് ഇങ്ങനെ ഒരു മുടിയുടെ ചർച്ചയും കൊണ്ട് ഇങ്ങനെ ലോകത്താകെ സമയം പോക്കും. അതുകൊണ്ട് നമുക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ എല്ലാവർക്കും മനസ്സിലാകേണ്ട വിധത്തിൽ ഓരോന്നോരോന്നായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നതിന് പകരം അത്യാവശ്യമുള്ള സ്ഥലത്ത് ഈ CD ഇറങ്ങുമ്പോൾ ഈ CD വെച്ച് കേൾപ്പിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നിയാൽ
അവർക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുക. വീടുകളിലൊക്കെ ഈ CD എത്തിക്കുക. എന്നിട്ട് വീട്ടിലുള്ളവർ കേട്ടോട്ടെ. റോട്ടും വലിട്ട് ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് നടുറോട്ടിലിട്ടുകൊണ്ടുള്ള ചർച്ച ഇനിയും ഉണ്ടാക്കാൻ നിങ്ങളാരും കാരണക്കാരാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ ആദ്യം ഈ എസ്കക്കാർ ശഅർ മുബാറക്കിനെതിരെ സംസാരിച്ചപ്പോൾ അതിന്റെ പുറമെ ജമാഅത്ത് ഇസ്ലാമി സംസാരിച്ചു, മുജാഹിദ് സംസാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ തേജസ് പത്രത്തിൽ കേവല സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് എഴുതി. ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ റോട്ടും വലിട്ടിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരും കാണാത്ത ഒരു പറമ്പ് കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രസംഗിച്ചിട്ടാണ് ഞാൻ CD ഇറക്കിയത്. എന്തുകൊണ്ട് ഇത് റോട്ടും വലിട്ട് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടക്കത്തിലേ ഇതേ ആശയക്കാരനാണ്. പക്ഷേ പിന്നീട് റോട്ടും വലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ റോട്ടും വെച്ച് തന്നെ ഞാൻ പിന്നീട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പറയേണ്ടതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇനി നമ്മളിതും കൊണ്ട് ഇങ്ങനെ നടക്കരുതെന്നാണ് സംഘടന തീരുമാനിച്ചത്. കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നിരീശ്വരവാദികളടക്കം എല്ലാ റോട്ടുമ്പിൽ വെച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ടാണ്, മഹബത്ത് കൊണ്ടാണ്, ഇക്റാമ് കൊണ്ടാണ്. അല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായിട്ടല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പ്രതിരോധ നിര ഉണ്ടാക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകുന്നതല്ല. അത് മരിച്ച് കഷ്ണം കഷ്ണമാക്കി നുറുക്കിപ്പോയാലും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിക്കും, തങ്ങൾക്ക് വേണ്ടി മരിക്കും. എന്നിട്ട് ഞങ്ങൾ സുന്നത്തിയമായത്തിന് പിന്നോട്ട് പോയി എന്ന് ഫിത്നയും ഫസാദും പറഞ്ഞ് നടന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഈ പരിപാടികൾ സംഘടിപ്പിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും അധ്വാനിച്ചവർക്കും അതുപോലെ ഇതിൽ സഹകരിച്ചവർക്കും എല്ലാവർക്കും നീ ഖൈർ ചെയ്യണം റഹ്മാനെ. മഹാനായ താജുൽ ഉലമ മുതൽ ഖമറുൽ ഉലമ മുതൽ ഞങ്ങളുടെ സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ നൽകിയ 10,000 പല സ്ഥലത്തുമുണ്ട്. അള്ളാഹുവെ, ഒരു ഈർക്കിലി കഷ്ണം പോലും കൊടുക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് കഴിയില്ല. അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. അവർക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ അത് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഹജ്ജും ഉംറയും സിയാറത്തും കരുതിയവർക്ക് നീ എളുപ്പമാക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളും കടമുള്ളവരുടെ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. അവസാനം കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. പടച്ച റബ്ബേ, സുന്നത്ത് ജമാഅത്തിനെതിരെ, അതിൻ്റെ സംഘടനക്കെതിരെ, ആലിമീങ്ങൾക്കെതിരെ CD ഇറക്കാൻ വേണ്ടി ശ്രമിച്ചവർ, പ്രസംഗിച്ചവർ, അത് പോയി പിടിച്ചവർ, കൊണ്ടുവന്നവർ, എതിരാളിയുടെ കൈവശത്തിൽ കൊടുത്തവർ, എൻ്റെ സ്വകാര്യ സംഭാഷണം പിടിച്ചെടുത്തെന്നെ വഞ്ചിച്ചവർ, അത് കൊണ്ടുപോയി കേട്ട് ആസ്വദിച്ചവർ, അവരെല്ലാം ചെറുപ്പക്കാരാണ്. അല്ലാഹ്, അവർക്ക് സംഭവിച്ച വിവരക്കേട് എൻ്റെ ഖൽബ് കൊണ്ട് ഞാൻ പൊരുത്തപ്പെടുന്നു. അല്ലാഹ്, അവരത് ഈ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാഹ്. അതുപോലെ ആര് ചീത്ത പറഞ്ഞിട്ടുണ്ടോ, തെറി പറഞ്ഞിട്ടുണ്ടോ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ, കുറ്റം പറഞ്ഞിട്ടുണ്ടോ, മുഴുവൻ ആളുകൾക്കും പൊരുത്തപ്പെടുന്നു അല്ലാഹ്. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. ആരെന്ത് കുറ്റം പറഞ്ഞവരുണ്ടെങ്കിലും, തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിലും, എന്ത് വഞ്ചിച്ചവരുണ്ടെങ്കിലും അവർക്കൊക്കെയും നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് അവരെയും ഞങ്ങളെയും ഹിദായത്തിലാക്കണേ അല്ലാഹ്.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا